Good evening to all present here. It is my pleasure to welcome you all today to Decode You, a session on building a professional resume. Let us take this chance to uncover our skill sets and qualities that set us apart and how to showcase them in the best possible manner. Leading us through this insightful session is Mr. Navneet M. Nambiar, a distinguished final year computer science student at Fisat. We are delighted to have him here tonight to offer his knowledge about boosting our resume. This wonderful advice will surely assist us in accomplishing our professional objectives. May the session be enlightening and prove beneficial to all the attendees. Without further ado, I would like to invite Mr. Navneet to take the reins of the session. Thank you very much. Okay, thank you so much. ഇതിൽ ഓൾമോസ്റ്റ് കയറിയിരിക്കുന്ന എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ജോസഫീൻ ആൻഡ് ജോർജ്. ഓക്കെ. സോ ഓക്കെ. സെഷൻ തുടങ്ങാം. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം, ലൈക്ക് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് സംതിങ് എന്താ പറയുക സില്ലി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ആൻഡ് ദിസ് ഇസ് സംതിങ് ദാറ്റ് എവ്രി വൺ ഷുഡ് അറ്റൻഡ് പ്രോപ്പർലി. ഓക്കെ, അധികം നേരമൊന്നും ഉണ്ടാവില്ല, ലൈക്ക് ഷോർട്ട് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. പക്ഷെ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, എസ്പെഷ്യലി ദ തേർഡ് ഇയേഴ്സ് ആൻഡ് ദ സെക്കൻഡ് ഇയേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഇയേഴ്സ് ഞാൻ അത്രയും അധികം എംഫസൈസ് ചെയ്യില്ല. But second years and third years, you really have to know, everything about this resume and how much important it is. Okay, your session relevance എന്താണെന്നുള്ളതും അത് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. Okay, so like before I move on to the session, like I would like to know if there is someone who is having any language barrier if I talk in Malayalam. അത് മലയാളം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, ലൈക്ക് സെഷൻ മൊത്തം ഇംഗ്ലീഷിൽ എടുക്കാം, അല്ലെങ്കിൽ മംഗ്ലീഷായിട്ട് എടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ്? ഓക്കെ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇനി എനിക്ക് ഇപ്പോൾ തരേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. ലൈക്ക് ദേ ഹവ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് ഹു ഐ ആം ആൻഡ് വാട്ട് ഐ ഡു. ആൻഡ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എടുത്ത് തരാനുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് ലൈക്ക് 10-30 കമ്പനീസോളം ഫോർത്ത് ഇയേഴ്സിന് വന്നു കഴിഞ്ഞു. ആൻഡ് ഇതിന്റെ പല കമ്പനീസിന്റെയും ഇന്റർവ്യൂ റൗണ്ട്സും അതുപോലെ തന്നെ റെസ്യൂമെ നമ്മൾ അപ്ലോഡ് ആക്കണം, അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ. സോ അങ്ങനത്തെ പല പ്രോസസ്സിലൂടെയും ഞങ്ങൾ ഒബ്സർവ് ചെയ്ത കുറെ കാര്യങ്ങളും ആൻഡ് അതിൽ റെസ്യൂമയുടെ ഇമ്പോർട്ടൻസ് വരുന്നതും അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ലൈക്ക് എന്താ പറയുക, ഈ റെസ്യൂമെ എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം മതി, പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കണം അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്സ് റെഡിയാക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വരും. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വൈ ദിസ് സെഷൻ ഇസ് ബീങ് കണ്ടക്ടഡ് റൈറ്റ് നൗ. അത് നിങ്ങൾക്ക് ഇപ്പോൾ ലൈക്ക് സെക്കൻഡ് ഇയേഴ്സ് ആലോചിക്കുന്നുണ്ടാവും, ഇനിയിപ്പോൾ 2 വർഷം കൂടി ഉണ്ടല്ലോ, ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു സെഷൻ? അത് ലൈക്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓൺ ദ വേ. And third years, I hope you know that it is high time that you have a rough draft of a resume with you. And പലർക്കും ഉണ്ടാവില്ലായിരിക്കും. ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിലും പ്ലേസ്മെന്റിന്റെ ഒരാഴ്ച മുമ്പാണ് ഞാൻ എന്റെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ലൈക്ക് ഐ ഹാഡ് ഓൾ ദ കണ്ടന്റ്സ് വിത്ത് മീ. ഐ ഹാഡ് മെയ്ഡ് എവറിത്തിങ് റെഡി ഫോർ മൈസെൽഫ്. സോ ലൈക്ക് ഇവിടെ S1-കാരും S3-കാരും S5-കാരും എല്ലാവരും ഉണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. ലൈക്ക് ഐ നോ പീപ്പിൾ ഫ്രം ഓൾ ദ സെമസ്റ്റേഴ്സ്. സോ അതിൽ തന്നെ ടോക്കിംഗ് അബൌട്ട് ദ റെലവൻസ് ഓഫ് ടുഡേ സെഷൻ. ഓക്കെ, ഇങ്ങനത്തെ ഒരു സെഷൻ എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെസ്യൂമെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കുത്തിയിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് റെസ്യൂമെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മൾ ഈ റെസ്യൂമയുടെ അകത്ത് എഴുതുന്ന കണ്ടന്റ്സ്, അതിനകത്തുള്ള വേർഡ് ബൈ വേർഡ് എന്ന് പറയുന്നത് യു ആർ റൈറ്റിംഗ് അബൌട്ട് യുവർ സെൽഫ്. Okay, you are selling yourself to another person. That is what a resume actually is. Okay, അപ്പോൾ നിങ്ങളിപ്പോ ലൈക്ക് പോസ്റ്ററിൽ ഡീകോഡ് യു എന്ന് പറഞ്ഞ് കണ്ടപ്പോഴത്തേക്കും മേ ബി യു വുഡന്റ് ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് ഇസ്. ഇത് ഇത്രേ ഉള്ളൂ, നമ്മളെ തന്നെ ഇംഗ്ലീഷിൽ എഴുതി പിടിപ്പിക്കുന്നു. വാട്ട് ആർ അവർ സ്കിൽസ്, വാട്ട് ആർ വി ഗുഡ് അറ്റ്, വൈ ഷുഡ് ദേ ഹയർ അസ്. ഓക്കെ, ഈ ഒരു സാധനം ലൈക്ക് നമ്മളായിട്ട് തന്നെ ഒരു പേപ്പർ റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഒരു റെസ്യൂമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഹൗ ഇറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്ലേസ്മെന്റ് വിൽ ബി സീയിങ് സൂൺ. ഓക്കെ, സോ ഈ ഒരു റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ, അതായത് ഈ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ റെസ്യൂമയുടെ അകത്ത് നമ്മളുടെ സ്കിൽ സെറ്റും നമ്മളുടെ കേപ്പബിലിറ്റീസും നമ്മളുടെ പൊട്ടൻഷ്യലും ആണ് നമ്മൾ ഒരു റെസ്യൂമയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്.
Okay, like we are telling a company with evidence why is it that we are apt for they to hire us. Okay, this is what is happening through a resume. And പലപ്പോഴും the thing is that നിങ്ങളെ കാണുന്നതിന് മുമ്പ്, അതായത് നമ്മളൊരു പ്ലേസ്മെന്റിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണുന്നതിന് മുമ്പ് തന്നെ ആ കമ്പനി കാണുന്ന ഒരു സാധനം നമ്മുടെ റെസ്യൂമെ ആണ്. Okay, so they will have an overall idea about who the person is going to be sitting in front of them in the interview. Okay, അപ്പോ ലൈക്ക് അബവ് ഓൾ ഈ റെസ്യൂമെ എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് എ ഫസ്റ്റ് ഇംപ്രഷൻ ഫോർ ദ കമ്പനി, അല്ലെങ്കിൽ ഫോർ ദ ഇന്റർവ്യൂ ഹൂസ് ഗോയിങ് ടു ഇന്റർവ്യൂ യു. സോ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഈ പറഞ്ഞ പോലെ കൊളാക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് വിൽ ഡിസൈഡ് ഹൗ ദ റെസ്റ്റ് ഓഫ് ദ ഇന്റർവ്യൂ വിൽ ബി ഗോയിങ് ഫോർ. Okay, so that is the relevance of understanding what a resume is, how much important it is in your professional career, and why is it that you have to start right from now. ഞാൻ ഈ പറഞ്ഞ പോലെ, അതായത് ഇപ്പോൾ എന്റെ റെസ്യൂമെ ഞാൻ നിങ്ങൾക്ക് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സെഷൻ കാണിച്ചു തരും. ഓക്കെ, ആൻഡ് ആ ഓരോ കണ്ടന്റ്സ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദീസ് ആർ നോട്ട് തിങ്സ് ദാറ്റ് ആർ ക്രിയേറ്റഡ് ഇൻ 1 day or 2 day. ഓക്കെ, നമ്മുടെ കൂട്ടുകാരുടെ അതിന് അസൈൻമെന്റ് മേടിച്ചിട്ട് പടം വാട്സാപ്പിൽ മേടിച്ച് അത് കോപ്പി ചെയ്ത് എഴുതുന്ന പോലത്തെ ഒരു പരിപാടി അല്ല റെസ്യൂമെ എന്ന് പറയുന്നത്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി റെസ്യൂമേയിൽ നിങ്ങൾ എന്തിടുന്നു അത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇടാൻ പറ്റുള്ളൂ. ലൈക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി റിഫ്ലെക്ട്സ് ഹൂ യു ആർ. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പോ ഇതിന് വർക്ക് ഓൺ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ ലൈക്ക് അപ്പാർട്ട് ഫ്രം യുവർ സിലബസ്, അപ്പാർട്ട് ഫ്രം യുവർ സബ്ജക്ട്സ്, നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പ്രോജക്ട്സും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസിൽ നിങ്ങൾ എംഫസൈസ് ചെയ്തില്ലെങ്കിൽ, അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഇസ് യു വിൽ നോട്ട് ഹാവ് എനിത്തിങ് ടു പുട്ട് ഇൻസൈഡ് യുവർ റെസ്യൂമെ. ബിക്കോസ് ആ റെസ്യൂമെ എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രമാണ്. അതിന് നിങ്ങളുടെ കഴിവുകൾ മാത്രമേ അവിടെ ലൈക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ അവിടെ എവിഡൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് ആ റെസ്യൂമയുടെ അകത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ വർക്ക് ചെയ്യണം. റെസ്യൂമെ ഉണ്ടാക്കാൻ വർക്ക് ചെയ്യണമെന്നല്ല, യു ഹാവ് ടു ബി പാർട്ട് ഓഫ് എ ലോട്ട് ഓഫ് വോളണ്ടിയറിംഗ് ആക്ടിവിറ്റീസ്. യു ഹാവ് ടു look for new latest technologies. You have to learn from them. You have to create projects. There are a lot of things that you have to be doing in the next 1 to 2 years. Okay, കാരണം അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഫോർത്ത് ഇയറിൽ ഒരു പ്ലേസ്മെന്റിന് ഇരിക്കുമ്പോൾ റെസ്യൂമെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം, ടെംപ്ലേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും, പക്ഷെ അതിന്റെ അകത്ത് എഴുതി പിടിപ്പിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. യു വിൽ ബി ഐഡന്റിഫൈങ് യുവർ സെൽഫ് ആസ് എൻ എംപ്റ്റി വെസൽ. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ഇസ് നിങ്ങളുടെ ഒപ്പമുള്ള ആൾക്കാർ ഈ പറയുന്ന സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ IEEE SDP അകത്ത് തന്നെ ഒരുപാട് പ്രൊജക്ട്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അതുപോലെ പുറത്ത് ഇന്റേൺഷിപ്സ് ചെയ്യുന്ന പിള്ളേരുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഓരോ കാര്യങ്ങളും ലൈക്ക് ഇൻ ദ ലോങ് റൺ റെസ്യൂമെ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയാ ഒരു സെഷനായിട്ട് 1-2 ദിവസം നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ക്രിയേറ്റ് ആസ് എ പ്രോഗ്രഷൻ, ലൈക്ക് റൈറ്റ് ഫ്രം യുവർ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ലൈക്ക് മാക്സിമം തേർഡ് ഇയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി തന്നെ ലൈക്ക് പണിയെടുത്തേ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ റെലവൻസ് ഓഫ് ദി സെഷൻ. ആൻഡ് ലൈക്ക് ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ, അതായത് നമ്മൾ ഈ പറയുന്ന റെസ്യൂമെ ഒരു പ്രൊഫഷണൽ റെസ്യൂമെ ആവണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു നീഡ് ടു ഹാവ് എ ലോട്ട് ഓഫ് കണ്ടന്റ്. ഓക്കെ, യു മസ്റ്റ് ഹാവ് എ ലോട്ട് ഓഫ് സ്കിൽസ് ടു ഷോക്കേസ്. ആൻഡ് ഇത് എങ്ങനെയാ വരുന്നത്? ഇറ്റ് ഇസ് ഓൺലി ബൈ ഇംപ്രൂവിങ് യുവർ സെൽഫ്. കാരണം ഞാൻ പറഞ്ഞു റെസ്യൂമെ ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് യുവർ സെൽഫ്. സോ അതുകൊണ്ട് തന്നെ റെസ്യൂമെ നന്നാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നാവണം, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇല്ലാത്ത കാര്യങ്ങൾ റെസ്യൂമെയിൽ എഴുതി പിടിപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് മൈറ്റ് ബാക്ക് ഫയർ യു. ആൻഡ് ഈ പറഞ്ഞ പോലെ, അതായത് ഒന്നും അറിയാത്ത, ദിസ് ഇസ് സംതിങ് ദാറ്റ് വിൽ ബി കവറിംഗ് ഇൻ ദ കമന്റ് സ്ലൈഡ്. സോ ഞാൻ അത്ര ഡെപ്തിലേക്ക് പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ലൈക്ക് സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഒരു ചെറിയൊരു PPT നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. Okay, so as I said, a resume is your reflection in a paper. Okay, ഇത്രയും കാര്യം ഈ ഒരു സ്ലൈഡാണ് ഞാൻ ഇത്രയും നേരം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. And now I guess you know why it is important in a placement, because it creates the overall first impression of yourself. Because ഈ പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു let's say ഒരു കമ്പനിക്ക് ഒരു ചക്ക വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, ലൈക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഒരു കമ്പനിക്ക് വേണ്ടത് ചക്കയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനുള്ളത് മാങ്ങയാണ്. ഓക്കെ, അപ്പൊ ഒബ്വിയസ്ലി നിങ്ങളുടെ റെസ്യൂമയുടെ അകത്ത് നിങ്ങൾക്ക് മാങ്ങ ഡെലിവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എഴുതുക. അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഇപ്പൊ ഒരു കമ്പനി ആർ ലുക്കിംഗ് ഫോർ ഡാൻസേഴ്സ്. ഓക്കെ, ആൻഡ് യു റൈറ്റ് ഇൻ യുവർ റെസ്യൂമെ ആസ് യുവർ സ്കിൽ ദാറ്റ് യു സിംഗ് റിയലി വെൽ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ റെസ്യൂമെ ദാറ്റ് യു ആർ ഗോയിങ് ടു പ്രസന്റ് ടു ദ കമ്പനി. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇവരിത് വായിച്ചു നോക്കുമ്പോൾ ഇവർ ആദ്യം തന്നെ റെസ്യൂമെ റിജക്ട് ചെയ്യും, നിങ്ങളെ അങ്ങോട്ട് ഫിൽട്ടർ ചെയ്യും. ഇതാണ് ഉണ്ടാകുമ്പോൾ. ഇനി ഇൻ കേസ് ഈ പറഞ്ഞ ഒരു ഫിൽറ്ററിംഗ് റൗണ്ട് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂറിന് നിങ്ങൾ അവിടെ പോയി ഇരിക്കുന്നതിന് മുമ്പ് അയാളുടെ മുമ്പിൽ ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തിൽ നിങ്ങളുടെ റെസ്യൂമെ ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ മുമ്പിൽ ഒരു പേപ്പർ ആയിട്ട് നിങ്ങളുടെ റെസ്യൂമെ ഇരിക്കുന്നുണ്ടാവും. സോ ഹി വുഡ് ഹാവ് ഗോൺ ത്രൂ ഓൾ ദോസ്. ഹി എക്സാക്ട്ലി നോസ് വാട്ട് യു ആർ കേപ്പബിൾ ഓഫ് ഓർ വാട്ട് യു ക്ലെയിം ടു ബി കേപ്പബിൾ ഓഫ്.
Okay, this is something that he knows. And if that resume is not aligned with the needs of the company, the company ഇപ്പൊ ഡാൻസേഴ്സിനെ എടുക്കാനാണ് വന്നേക്കുന്നത്, and if you are not delivering that, അതിന് പകരം നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൈക് കമ്പനിക്ക് ആവശ്യമില്ലാത്ത പാട്ട് പാടാൻ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നാടകം കളിക്കാൻ നിങ്ങൾക്ക് അറിയാം, സോ ഇതൊന്നും അവിടുത്തെ ഒരു വിഷയമായിട്ട് വരുന്നില്ല. സോ you really have to know what you should be putting inside a resume and what you should not be putting in your resume. Because ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ പാട്ട് പാടാൻ അറിയാമെന്ന് പറഞ്ഞാണ് ഇത് വെക്കുന്നുണ്ടെങ്കിൽ എന്താ സത്യമായിട്ട് എന്താ ഉണ്ടാവുകയാണെന്ന് പറഞ്ഞാൽ, ഇത് എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ്, ഇന്റർവ്യൂർ ഇത് വായിക്കും, അയാൾക്ക് ചിരി വരും ആദ്യം തന്നെ, എന്നിട്ട് ആള് എവിടെ വരെ പോകുന്ന അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നിങ്ങളോട് ഓരോന്നോരോന്നായിട്ട് ചോദിക്കും, അമ്മയുടെ പേരെന്താ, അച്ഛന്റെ പേരെന്താ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ ചുമ്മാ ഒരു ഇന്റർവ്യൂ എടുക്കും. കാരണം അവർക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല, ബിക്കോസ് യു ആർ എ കാൻഡിഡേറ്റ്. Okay, and they will not be even listening to you because none of the things that you gave in your resume aligns with what they need. ഓക്കെ, ചുമ്മാ അവിടെ അരമണിക്കൂർ നിങ്ങൾ സംസാരിക്കും, ഓക്കെ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ വിടും. ആൻഡ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ യു ഹാവ് അറ്റൻഡഡ് എ പെർഫെക്റ്റ് ഇന്റർവ്യൂ, ഓക്വേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല, എളുപ്പമുള്ള ഇന്റർവ്യൂ ആയിരുന്നു. യു വിൽ ബി സീക്കിംഗ് an opportunity at that job, പക്ഷേ യു വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് റിജക്റ്റഡ്. ഓക്കെ, ഇതുപോലത്തെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ പറയുന്ന റെസ്യൂമെ എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ റെസ്യൂമേൽ എന്തൊക്കെ ഇടണം, എന്തൊക്കെ ഇടാൻ പാടില്ല, ഈ ഇടുന്ന ഓരോ സാധനങ്ങളും എന്താണ്, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ക്രൂഷ്യൽ ആണ്. സോ ദാറ്റ് ഇസ് വാട്ട് വിൽ ബി ലുക്കിംഗ് ഇൻ ടു ദ നെക്സ്റ്റ് ഓഫ് ദ സ്ലൈഡ്സ്. ആൻഡ് ഇത് വലിയ സെഷൻ അല്ല, ഞാൻ പറഞ്ഞു ആകെ 5 സ്ലൈഡ്സ് ഉള്ളൂ. ഓക്കെ, 5 സ്ലൈഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെഷൻ കഴിഞ്ഞു. സോ ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് കിടക്കാം. വാട്ട് ആർ ദ കീ കമ്പോണൻസ് ഇൻ എ റെസ്യൂമെ? ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്റെ റെസ്യൂമെ കാണിച്ചു തരുമ്പോൾ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ആ റെസ്യൂമയുടെ അകത്ത് ഉണ്ടാവും. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഈ കോൺടാക്റ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻസും. ഓക്കെ, കോൺടാക്ട് എല്ലാവർക്കും ഉണ്ടാവും, സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഇറ്റ് ഇസ് മാൻഡേറ്ററി ഇൻ എ റെസ്യൂമെ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് ആദ്യം തന്നെ കരിയർ ഒബ്ജക്റ്റീവ്. ഓക്കെ, CO സ്റ്റാൻഡ്സ് ഫോർ കരിയർ ഒബ്ജക്റ്റീവ്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് ആൻഡ് യുവർ കരിയർ ഗോൾസ്. ഓക്കെ, ഇത് ലൈക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാനായിട്ടാണെങ്കിൽ നമ്മളുടെ ഒരു റെസ്യൂമെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കരിയർ ഒബ്ജക്റ്റീവ് വെച്ചിട്ടായിരിക്കും. ആൻഡ് അതെന്ന് പറയുന്നത് ഒരു മാക്സിമം 3 to 4 സെന്റൻസ്, ഇതിന്റെ അപ്പുറത്തേക്ക് കരിയർ ഒബ്ജക്റ്റീവ് ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് ഈ കരിയർ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാണ് നോക്കുന്നത്. ലൈക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ് ഇൻ എൻ IT കമ്പനി, ലെറ്റ്സ് സേ TCS ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാണ്. സോ ഞാൻ അതിന് അലൈൻഡ് ആയിട്ട്, TCS അലൈൻഡ് ആയിട്ടുള്ള ഒരു റെസ്യൂമെ ഞാൻ ഉണ്ടാക്കണം. ഓക്കെ, ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റെസ്യൂമെ എന്ന് പറയുന്നത് ഒരൊറ്റ സാധനമല്ല, ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നുള്ളതല്ല. ഓരോ കമ്പനിക്കും ഓരോ റെസ്യൂമെയാണ് നമ്മൾ വെക്കുക. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു IT കമ്പനി നോക്കുന്നതായിരിക്കില്ല ഒരു ഇലക്ട്രോണിക്സ് കമ്പനി നോക്കും, അതായിരിക്കില്ല സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കമ്പനീസ് നോക്കും. സോ ആൻഡ് ഓൾസോ ഈ പറഞ്ഞ പോലെ ഇപ്പോ നമുക്ക്, അതായത് ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ടെക്നിക്കൽ, അതായത് IT ഇൻഡസ്ട്രിയിലുള്ള കമ്പനീസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബിസിനസ്സിനുള്ള കമ്പനീസും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നലാശ എന്ന് പറയുന്ന ഒരു കമ്പനി കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് എ കംപ്ലീറ്റ്ലി മാനേജറിയൽ കമ്പനി. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് പൈത്തൺ അറിയാം, ജാവ അറിയാം, അല്ലെങ്കിൽ എന്താ പറയാ, കോഡ് ചെയ്യാൻ അറിയാം, ആപ്പ് ഉണ്ടാക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ ഇസ് ദ മാനേജറൽ സൈഡ്. ഓക്കെ, സോ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ റെസ്യൂമെ IT ഫോക്കസ്ഡ് മാറ്റിയിട്ട് മാനേജറൽ ഫോക്കസ്ഡ് ആക്കണം. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഐ മെന്റ് ബൈ സെയിങ് ദാറ്റ് യു ഹാവ് ഡിഫറെന്റ് resumes for different companies. And ഈ കരിയർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ സാധനം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ബിക്കോസ് അതാണ് നിങ്ങളുടെ റെസ്യൂമിൽ ഏറ്റവും ആദ്യം കിടക്കുന്നത് ആൻഡ് കമ്പനീസ് വായിക്കാൻ പോകുന്നത്. And there are very high chances that it is from what you write inside your career objective that the rest of the interview will be framed by the interview. അതായത് അതിനകത്ത് നിങ്ങൾ എഴുതിയേക്കുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ സേ ദാറ്റ് ഐ എം റിയലി കീൻ ഓൺ അക്കാഡമിക്സ്. ഓക്കെ, അപ്പൊ അവര് ആദ്യം തന്നെ എന്റെ CGPA നോക്കും. CGPA നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു CGPA ഉണ്ട്. അപ്പൊ എന്നോട് ഒബ്വിയസ്ലി ചോദിക്കും ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ആൻഡ് ദെൻ അതിന്റെ ആൻസർ പറയുമ്പോൾ അങ്ങനെയായിരിക്കും ആ ഒരു ഇന്റർവ്യൂ മുമ്പോട്ടേക്ക് പോവുക. സോ വാട്ട് യു റൈറ്റ് ഇൻ യുവർ കരിയർ ഒബ്ജക്റ്റീവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ പറഞ്ഞ പോലെ like showcase yourself അല്ലെങ്കിൽ what you are looking for in 2 to 3 sentences. Okay, let's say I'm a undergraduate student, BTech specialized in computer science. Along with that ഞാൻ machine learning പഠിക്കുന്നുണ്ട്. I'm looking to deliver my technical capabilities and like interpersonal skills to excel in an IT firm അല്ലെങ്കിൽ in a digital transformation company. This is an example of a career objective. So അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഞാൻ മെഷീൻ ലേണിംഗ് എനിക്കറിയാം, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു, ആൻഡ് എനിക്ക് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർ എൻ IT firm. Okay, so obviously the company to which I'm giving my resume will be an IT company. Okay, അതുപോലെ ഓരോ കമ്പനിയുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കി അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ജസ്റ്റ് ഷോർട്ടായിട്ട് നമ്മൾ എന്താണ്, ആരാണ്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ഈ കരിയർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഐ ഗെസ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. പിന്നെ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അവിടെ എവിടെയും ലാക്കിംഗ് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്ക് ഓൺ ചെയ്ത് പറയാം, ബിക്കോസ് എന്റെ മുമ്പിൽ ഈ സ്ലൈഡാണ് ഉള്ളത്. സോ ഐ വുഡന്റ് നോ ഇഫ് യു പുട്ട് ഇൻ ദ ചാറ്റ് ബോക്സ്.
ഓക്കെ, സോ അടുത്ത കാര്യം എന്ന് പറയുന്നത് അക്കാഡമിക്സ് ആണ്. സോ ബേസിക്കലി നിങ്ങളുടെ 10th 12th ബിടെക്, ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും അക്കാഡമിക്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിന്റെ അകത്ത് വരിക. ആൻഡ് ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതെപ്പോഴും റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് അക്കാഡമിക്സ് കൊടുക്കുക. അതായത് ആദ്യം ബിടെക് പറയും, പിന്നെ +2 പറയും, പിന്നെ 10th പറയും. ഇങ്ങനെയായിരിക്കും അതിന്റെ ഒരു രീതി. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമുക്ക് ഇപ്പോ ലൈക്ക് കറന്റ്ലി നമ്മൾ ഒരു ജോബിന് ഫിറ്റ് ആണോ അല്ലയോ എന്നുള്ളത് മാത്രം കമ്പനിക്ക് അറിഞ്ഞാൽ മതി. ഇപ്പൊ 10th എനിക്ക് 100 മാർക്ക് ഉണ്ടായിരുന്നു ആൻഡ് +2 എനിക്ക് ഒരു 95 ഉണ്ടായിരുന്നു. ബിടെക്കിൽ എനിക്ക് 10 സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ എന്നെ ആർക്കും വേണ്ടി. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ 10th എനിക്ക് ലൈക്ക് ഒരു വർഷം പോയി, 12th ഒരു വർഷം പോയി, പക്ഷെ ബിടെക്കിൽ എനിക്കിപ്പോ 100% അല്ലെങ്കിൽ 95 ഉണ്ട്. ഓക്കെ, ആൻഡ് ഐ ഹാവ് എ ലോട്ട് ഓഫ് പ്രോജക്ട്സ്, ദെൻ ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. ഓക്കെ, നമ്മൾ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഫിറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് കമ്പനി നോക്കുക. ആൻഡ് 12th 10th എന്നൊക്കെ പറയുന്നത് അവരുടെ ഷോർട്ട് ലിസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് ലൈക്ക് നിങ്ങൾ എടുക്കണോ വേണ്ടി ഒരു മിനിമം ലൈക്ക് 75% അല്ലെങ്കിൽ 60% എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാവും ഓരോ കമ്പനിക്ക്. ഓക്കെ, സോ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 10th 12th ബേസിക് മാത്സ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട്. Okay, so that is what is about academics. And ഈ അക്കാഡമിക്സിനകത്ത് you will be giving your CGPA. CGPA കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അത്രയും നല്ല CGPA ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കാം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇപ്പൊ ഫിസാറ്റ് ആണെങ്കിൽ അത് നിങ്ങൾ പഠിച്ച സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ അത്, അതിന്റെ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഏതാന്നുള്ളത്, ആൻഡ് ഡിഗ്രി ഇപ്പൊ ബിടെക് ആൻഡ് യുനോ CBSE, ഐ മീൻ AISSC, ആ സംഭവമൊക്കെ ഇല്ലേ, ആ സംഭവമാണ് ഡിഗ്രി എന്ന് പറയുന്നത്. നൗ ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം, സ്കിൽസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും മേടിക്കാൻ കിട്ടില്ല, എവിടെയും തള്ളാനും പറ്റില്ല, നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനമാണ് ഈ സ്കിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് സംതിങ് ദറ്റ് യു റിയലി ഹാവ് ടു വർക്ക് ഓൺ, ബിക്കോസ് അല്ലെങ്കിൽ 4th ഇയർ ആകുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു വിൽ എൻഡ് അപ്പ് ബീയിങ് എൻ എംപ്റ്റി വെസൽ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് അക്കാഡമിക്സിൽ എക്സൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇഫ് യു ആർ നോട്ട് potential enough to deliver to the company, they won't take you. Okay, and these skills എന്ന് പറയുന്നത് it doesn't come from the theoretical subjects like sustainable engineering or constitution of India that you learn. Okay, ഇതെന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഔട്ട്സൈഡ് ദ സിലബസ് നമ്മൾ പഠിച്ച് നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് എന്തായാലും ഇംപ്രൂവ് ചെയ്യണം. Make use of platforms like the SDP student development program for competitive coding and stuff, അല്ലെങ്കിൽ NPTL ഒരുപാട് കോഴ്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ ACM ഉണ്ടോന്ന് എനിക്കറിയില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ. ആൻഡ് ഫോർ ദി അതർ ബ്രാഞ്ചസ് ഓൾസോ, ഇപ്പൊ ഇലക്ട്രോണിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ there are a lot of projects that you can build on. പിന്നെ ഈ പറഞ്ഞ ഓർഡിനോ എന്താണ് സാധനങ്ങൾ, റോബോട്ടിക്സ്, ഈ ഒരു സൈഡിലേക്കൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, സോ സ്കിൽസ് എന്ന് പറയുന്നത് ബേസിക്കലി രണ്ടെണ്ണമാണ്, ടെക്നിക്കൽ സ്കിൽസും ഉണ്ട്, സോഫ്റ്റ് സ്കിൽസും ഉണ്ട്. രണ്ടും വളരെ വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന പോലെ കോഡിംഗ് ലാംഗ്വേജസ് ലൈക്ക് പൈത്തൺ. ഞാനിപ്പോ കമ്പ്യൂട്ടർ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആൻഡ് ബാക്കി ഡിപ്പാർട്ട്മെന്റുകാർക്ക് നിങ്ങളുടെ കോർ സബ്ജക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൊമൈനിൽ മെക്കാനിക്കൽ ആണെങ്കിൽ അത് ലൈക്ക് സിവിൽ ആണെങ്കിൽ അത്, EI ആണെങ്കിൽ അത്, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അത്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൊമൈനിൽ വേണ്ട സ്കിൽസ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ സ്കിൽസ് ആണ് ഈ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫോർ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ഇറ്റ് മൈറ്റ് ബി ദ കോഡിംഗ് ലാംഗ്വേജസ് ലൈക്ക് പൈത്തൺ, C, ജാവ, അല്ലെങ്കിൽ HTML, CSS, PHP, ജാവ സ്ക്രിപ്റ്റ്, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ സിലബസിൽ പഠിക്കും, അതല്ലാത്ത വേണ്ട കുറെ സാധനങ്ങൾ നമ്മൾ സിലബസിൽ പഠിക്കില്ല, അതൊക്കെ നമ്മൾ പുറത്തുപോയി പഠിക്കേണ്ടി വരും. പിന്നെ ടൂൾസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി തിങ്സ് ലൈക്ക് ഇപ്പൊ ക്യാൻവ എന്ന് പറയുന്ന സാധനം ചിലവർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻവ ക്യാൻ ഹെൽപ്പ് യു. പിന്നെ ഇപ്പോ ഫിഗ്മ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്, ദാറ്റ് ഈസ് യൂസ്ഡ് പ്രൈമർലി ഫോർ ഡിസൈനിങ് ദ ഫ്രണ്ട് എൻഡ് ഓഫ് സെവറൽ ആപ്ലിക്കേഷൻസ്. പിന്നെ നമുക്ക് ടൂൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൂൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോട്ടോഷോപ്പ് എല്ലാവർക്കും അറിയായിരിക്കും. ദീസ് ആർ ഓൾ ഡിഫറെന്റ് ടൂൾസ് ദാറ്റ് യു ക്യാൻ ഫെമിലിയറൈസ് യുവർ സെൽഫ് വിത്ത്, അല്ലെങ്കിൽ അതിലൊക്കെ നിങ്ങൾ എക്സ്പെർട്ട് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ജോബ്സ് റിക്വയർ ചെയ്യുന്ന പ്ലേസ്മെന്റ്സ് വരുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ റിയലി ഹെൽപ്പ് യു. ഓക്കെ, ആൻഡ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി യുവർ ലീഡർഷിപ്പ് സ്കിൽസ്, യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലോജിക്കൽ റീസണിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളാണ് സോഫ്റ്റ് സ്കിൽസിനകത്ത് വരിക. സോഫ്റ്റ് സ്കിൽസ് സംതിങ് ദാറ്റ് എന്താ പറയാ ലൈക്ക് എക്സ്പ്ലോർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മിണ്ടാണ്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ. ആൻഡ് ദിസ് ഇസ് സംതിങ് ദാറ്റ് എ ലോട്ട് ഓഫ് കമ്പനി എംഫസിസ് ഓൺ. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ടെക്നിക്കലി പുവർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ റിയലി ഗുഡ് ഇൻ വർക്കിംഗ് ഇൻ എ ടീം, ഇൻ എ ഗ്രൂപ്പ്, ഇഫ് യു ആർ അഡാപ്റ്റബിൾ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്, യു ആർ ഏബിൾ ടു പുട്ട് യുവർ തോട്ട്സ് ഇൻ ടു ദി അതർ പേഴ്സൺസ് ഹെഡ്, ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് റിയലി മാറ്റർ. ആൻഡ് ഒരുപാട് കമ്പനീസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ ഒരു ഇൻഡിവിജ്വൽ റൗണ്ട് തന്നെയായിട്ട് വയ്ക്കും. ആൻഡ് ഈ ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഒരു ഗ്രൂപ്പിൽ 10 പേരുണ്ടാവും, അതിൽ 9 8 പേരെ കളയണം, ഇത്രേ കമ്പനിക്ക് വേണ്ടു. സോ യു ഹാവ് ടു ബി അമംഗ് ദ ടോപ്പ് 3 or top 5 to excel in a group discussion. ആൻഡ് അതിൽ ഈ പറഞ്ഞ പോലെ എവറിത്തിങ് കൗണ്ട്സ്, അതായത് ബാക്കിയുള്ളവർ പറയുന്നത് ലിസൺ ചെയ്യണം. സോ ലിസണിങ് സ്കിൽസ് കംസ് ദർ. അതുപോലെ തന്നെ നമ്മളുടെ തലയിലുള്ള സാധനം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കംസ് ദർ. യുവർ ബോഡി ലാംഗ്വേജ്, ദ വേ യു സെറ്റ്. ഇപ്പോൾ ഐ ക്യാൻ ടേക്ക് എ സെഷൻ ലൈക്ക് ദിസ്, ഐ ക്യാൻ ടേക്ക് എ സെഷൻ ലൈക്ക് ദിസ്,
So the way you present yourself, verbally as well as non-verbally is what comes under soft skills. പിന്നെ അതുപോലെ തന്നെ ഈ പ്രോബ്ലം സോൾവിംഗും അതുപോലത്തെ ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് വരുന്നുണ്ട്. വിൽ ബി ഡിസ്കസിങ് ദാറ്റ് വെൻ ഐ ബി ടോക്കിംഗ് അബൌട്ട് മൈ റെസ്യൂമെ. ആൻഡ് കോൺടാക്ട് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോൺ, ഇമെയിൽ അഡ്രസ്സ്, ഫുൾ നെയിം, ഇതുപോലത്തെ സാധനങ്ങൾ. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇമെയിൽ അഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ പലരുടെയും ഇമെയിൽ അഡ്രസ്സ് ഈ പറയുന്ന 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഉണ്ടാക്കി വെച്ച 𝗕𝗏𝑟ocks108 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. ലൈക്ക് മേ ബി യു മൈറ്റ് ഹാവ് യൂസ്ഡ് ഇൻ സം ഗെയിംസ് ഓർ സംതിങ്. അതുപോലത്തെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് വെക്കാതെ നിങ്ങൾക്ക് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ ഐഡീസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ IEEE ഒക്കെ ആണെന്നുണ്ടെങ്കിൽ IEEEയുടെ ഇമെയിൽ ഐഡി ഉണ്ടാവും. പക്ഷെ നമ്മളത് പൊതുവെ നമ്മുടെ പ്രൈമറി ഇമെയിൽ ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, സോ ജസ്റ്റ് മേക്ക് എ ഇമെയിൽ ദാറ്റ് ഇസ് അത്യാവശ്യം പ്രൊഫഷണൽ. ഓക്കെ, അല്ലാണ്ട് ഈ പറഞ്ഞ 𝗏𝐿@108 അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ ചെയ്താൽ തന്നെ നല്ല ഇന്റേൺഷിപ്സും മോശം ഇന്റേൺഷിപ്സും ഉണ്ട്. പെയ്ഡ് ഇന്റേൺഷിപ്സും ഉണ്ട്, അല്ലാത്ത ഇന്റേൺഷിപ്സും ഉണ്ട്. സോ like there is a lot of things that you have to take into account like while deciding whether you want to do an internship or not. And ഇവിടെ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ഈ പറഞ്ഞ 1-2 ദിവസം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അടിച്ച് തരുന്ന ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. നമ്മളൊരു 2000 രൂപ കൊടുത്താൽ മതി. ബട്ട് ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഇസ് ലുക്ക്ഡ് ഫോർ ഇൻ എ പെർട്ടിക്കുലർ കാൻഡിഡേറ്റ്. കാരണം ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ വാട്ട് ദ ഹയറിംഗ് പേഴ്സൺ എക്സ്പെക്ട്സ് ഇസ് ദാറ്റ് യു വുഡ് ഹാവ് വർക്ക് വിത്ത് എ കമ്പനി. ഹാൻഡ്സ് ഓൺ ആണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഇന്റേൺഷിപ്പ് അറ്റ്ലീസ്റ്റ് ഫോർ എ മന്ത്. ഓക്കെ, 1 മന്തോ 2 മന്തോ 3 മന്ത്സ് എങ്കിലും ആ ഒരു കമ്പനിയുടെ ഒപ്പം വർക്ക് ചെയ്ത് അവിടുത്തെ ലൈക്ക് ഡെവലപ്പേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഗ്രൂപ്പിനകത്തോ അല്ലെങ്കിൽ അവിടുത്തെ ടീമിനകത്തേക്ക് നിങ്ങളെ ഇട്ട് അവരുടെ ഒപ്പം കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം അവർക്ക് ചെയ്തു കൊടുത്തു. ഓക്കെ, ദർ വാസ് എ സിഗ്നിഫിക്കന്റ് റോൾ ദാറ്റ് യു പ്ലേഡ് ആൻഡ് an output that came from you and there was a particular duration. So ഇതാണ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്, വിച്ച് ഇസ് ദാറ്റ് കമ്പനി. ബിക്കോസ് ഈ പറഞ്ഞ ചുമ്മാ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുന്ന കമ്പനിയൊക്കെ അത്യാവശ്യം ഫേമസ് ആയിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന കമ്പനീസ് ആയിരിക്കും ഇതൊക്കെ. So അതിന് പുറമെ like what you should be looking for is really good companies that will ask you to come to their office and then work along with their members and they'll give you a proper feedback. അങ്ങനത്തെ ഇന്റേൺഷിപ്സ് ആണ് ലൈക്ക് യൂഷ്വലി ലുക്ക് ഫോർ ഇൻ ദ കേസ് ഓഫ് പ്ലേസ്മെന്റ്സ്. അല്ല വെറുതെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സെക്ഷൻ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കാശ് കൊടുത്തുള്ള പരിപാടിയും ചെയ്യാം. പക്ഷെ ദാറ്റ് വുഡ് നോട്ട് ആഡ് എനിത്തിങ്, ലൈക്ക് ഇറ്റ് വുഡ് നോട്ട് ആഡ് എനി വാല്യൂ ടു യുവർ റെസ്യൂമെ. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പ് എന്നൊരു കോളം ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ യു ഹാവ് ടു സ്പെസിഫൈ വിച്ച് ഇസ് ദ കമ്പനി, വാട്ട് ഇസ് യുവർ റോൾ ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് യുവർ ഇന്റേൺഷിപ്പ്. ഇനി അടുത്തൊരു കാര്യമാണ് അച്ചീവ്മെന്റ്സ്. അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടം പോലെ ശവർ കണക്കിന് അച്ചീവ്മെന്റ്സ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ചിലവർക്ക് ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ടാവില്ല. അവർ ഈ പറഞ്ഞ പോലെ ലൈക്ക് കോഡിംഗ് കോമ്പറ്റീഷൻസിനോ അല്ലെങ്കിൽ മാത്സ് ക്വിസിനോ ക്ലബ്സിലോ അല്ലെങ്കിൽ ലൈക്ക് ലെറ്റ്സ് ഈവൻ ബാഡ്മിന്റൺ അല്ലെങ്കിൽ ലൈക്ക് FMCയോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, ലൈക്ക് യു വുഡ് ഹാവ് നോട്ട് ഡൺ എനിത്തിങ് അറ്റ് കോളേജ്. ഈ പറഞ്ഞ പോലെ നോൺ ടെക്നിക്കൽ അല്ലെങ്കിൽ നോൺ അക്കാഡമിക് ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. സോ ഈ പറയുന്ന അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ നിങ്ങൾ റെസ്യൂമിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ദിസ് ഇസ് നോട്ട് എ മാൻഡേറ്ററി ഫീൽഡ്. പക്ഷെ അച്ചീവ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് വെദർ ലൈക്ക് ഇഫ് യു ഷോക്കേസ് ദാറ്റ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള, അതായത് കമ്പനിക്ക് വേണ്ടതായിട്ടുള്ളതും വേണ്ടാത്തതായിട്ടുള്ള എല്ലാ എന്റെ അച്ചീവ്മെന്റ്സും എന്റെ റെസ്യൂമിലുണ്ട്. അതിന്റെ ബേസിക് സൈക്കോളജി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അധ്വാനിച്ച് കിട്ടിയ അച്ചീവ്മെന്റ്സ് ആണ് ഇത് ഓരോന്നും. ഓക്കെ, സോ അത് ഷോക്കേസ് ചെയ്യാനൊരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അത് പക്ഷെ എന്റെ ഒരു ലൈക്ക് പേഴ്സണൽ മെന്റാലിറ്റി മാത്രമാണ്. A lot of people might suggest you to put only the necessary achievements that actually matter, to get into a job. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതനുസരിച്ചാണ് നമുക്ക് പറയണത്, ഇത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ അച്ചീവ്മെന്റ്സ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഇസ് നോട്ട് എ മാൻഡേറ്ററി ഫീൽഡ്. ദേ വുഡ് നോട്ട് ലുക്ക് ഇൻ ടു സോ മച്ച് ഓഫ് വാട്ട് യുവർ അച്ചീവ്മെന്റ്സ് ആർ. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ദാറ്റ്. ഇനി സർട്ടിഫിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NPTEL കോഴ്സസ് അല്ലെങ്കിൽ യൂഡെമി കോഴ്സസ്, കോഴ്സറയുടെ അകത്തുള്ള കോഴ്സസ്, ഇതൊക്കെയാണ് സർട്ടിഫിക്കേഷൻസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഗൂഗിൾ ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദർ ആർ എ ലോട്ട് ഓഫ് കോഴ്സസ് ദാറ്റ് യു വിൽ ഫൈൻഡ് ഇൻ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഈവൻ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സസ് കിട്ടും. അത് മേ ബി 1 മന്ത് കോഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ 3 വീക്സ് ആയിരിക്കും. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ അവർ പറയുന്ന അസൈൻമെന്റ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ പ്രൊവൈഡ് യു വിത്ത് എ സർട്ടിഫിക്കേഷൻ. ഓക്കെ, ആൻഡ് ഈ സർട്ടിഫിക്കേഷൻ യു ക്യാൻ provide that in your resume to show that you had some willingness to go outside the box to explore, like apart from your syllabus, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് യു ഹാവ് ബീൻ ഇങ്ങനത്തെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് ഇൻട്രസ്റ്റ് ഇൻ ടെക്നോളജി ആൻഡ് കീൻ ടു ലേൺ. സോ അതാണ് സർട്ടിഫിക്കേഷൻസ് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും NPTEL കോഴ്സസ് അല്ലെങ്കിൽ യുഡെമി കോഴ്സസ് ദാറ്റ് ആർ റെലവെന്റ്. ഓക്കെ, അല്ലാത്ത ചുമ്മാ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഇപ്പൊ കുക്കിങ്ങിന്റെ കോഴ്സ് ഇതൊന്നും പറഞ്ഞ് അതവിടെ ഷോക്കേസ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ. സോ അങ്ങനത്തെ ഇറലവെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ സർട്ടിഫിക്കേഷൻസിനകത്ത് കൊടുക്കില്ല. ഇറ്റ് മസ്റ്റ് ബി അതിനകത്തുനിന്ന് ഒരു ഔട്ട്പുട്ട് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ഔട്ട്പുട്ട് ഉള്ള കൈൻഡ് ഓഫ് സർട്ടിഫിക്കേഷൻസ് ആണ്. ഈ പറഞ്ഞ ഗൂഗിളൊക്കെ പോലത്തെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് വാല്യൂ. ഓക്കെ, സോ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഈ പറയുന്ന സെക്ഷനകത്ത് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പ്രോജക്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ ആണ് ഇത്. ഈ പറഞ്ഞ പോലെ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. എന്താ പറയാ, ഈ പ്രോജക്റ്റിന് വേണ്ടി മാത്രം ഒരു മണിക്കൂർ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. സോ അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല, ബിക്കോസ് പ്രോജക്റ്റ് സംതിങ് ദാറ്റ് ക്യാൻ ബൈ ഇറ്റ് സെൽഫ് ഗ്രാന്റ് യുവർ ജോബ്. ഓക്കെ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷനിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ആളല്ല, നിങ്ങൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് അക്കാഡമിക്സിൽ സപ്ലി ഉണ്ട്, കുറെ ബാക്ക്ലോഗ്സ് ഉണ്ട്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു CGPA ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിലും if you have projects, if you have skills, any company for that matter will hire you. ഇത് 100% ഗ്യാരണ്ടി. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പോഴേ സപ്ലൈ ഒക്കെ അടിച്ചിട്ടുള്ളവര് ഈ പറഞ്ഞ പോലെ ലൈക്ക് ആ ഒരു പ്ലേസ്മെന്റിന്റെ സമയമാകുമ്പോഴത്തേക്കും മേ ബി യു വിൽ ബി മിസ്സിംഗ് ഔട്ട് ഓൺ ലോട്ട് ഓഫ് ജോബ്സ്, ബിക്കോസ് യു ഹാവ് ബാക്ക് പേപ്പേഴ്സ്. പക്ഷെ നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രോജക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് കമ്പനിയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ആൻഡ് ദർ ആർ വെരി വെരി ഹൈ ചാൻസസ് ദാറ്റ് കമ്പനീസ് ആർ ഗോയിങ് ടു ഹയർ യു, because at the end of the day they do not want to ask you questions from Constitution of India, or what you learned in, let's say, MPMC microcontrollers, അല്ലെങ്കിൽ എന്താ പറയുക, സിവിൽ ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇതൊന്നും ആർക്കും അറിയണ്ട. നിങ്ങൾക്ക് കമ്പനിയുടെ പണി അറിയോ, നിങ്ങളെ അവരെടുക്കും. ഓക്കെ, സോ പ്രോജക്ട്സ് ഇസ് സംതിങ് ദാറ്റ് ക്യാൻ സിഗ്നിഫിക്കന്റ്ലി ഗിവ് യു എ ജോബ്, ഓൾസോ എ ഹയർ സാലറി ജോബ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് കിട്ടിയ 3 പ്ലേസ്മെന്റ്സ്, ഒരെണ്ണം 3.5 LP ആണ്, ഒരെണ്ണം 4.2 LP ആണ്. ഓക്കെ, ഈ രണ്ടെണ്ണവും എനിക്ക് കിട്ടിയത് ലൈക്ക് മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വെച്ചിട്ടും, അല്ലെങ്കിൽ കുറെ കൂടി സോഫ്റ്റ് സ്കിൽസ് നല്ലതായതുകൊണ്ടാണ് ഈ പറയുന്ന 2 കമ്പനീസിൽ. പിന്നെ അത്യാവശ്യം ടെക്നിക്കലും ഉണ്ട്. സോ അങ്ങനെയാണ് ഈ 2 കമ്പനീസ് കിട്ടിയത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഐ ഗോട്ട് placed in another company just because of the projects that I've done, which is offering me 7 LP. Okay, this is something that happened a few months back. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ 1-2 പ്രോജക്ട്സിന്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ആ ഒരു സ്കിൽസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എനിക്ക് ഈ പറയുന്ന 3.5ഉം 4.2നേക്കാളും ഇരട്ടിയായിട്ടുള്ള ഒരു 7 LPA ജോബ് കിട്ടിയത്. ആൻഡ് ട്രസ്റ്റ് മീ വെൻ ഐ സേ ദിസ്, ഐ നെവർ ഹാഡ് എ HR ഇന്റർവ്യൂ, ഐ നെവർ ഹാഡ് എ പ്രോപ്പർ ടെക്നിക്കൽ ഇന്റർവ്യൂ, ഐ ഡിഡ് നോട്ട് ഹാവ് an aptitude round, I did not have any formal procedures of a recruitment process. അവര് സ്കിൽസ് ഉണ്ടോ വന്നോളാൻ പറഞ്ഞു, പ്രോജക്ട്സ് കാണിച്ചോളാൻ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തോളാൻ പറഞ്ഞു, ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി, they granted me a job. Okay, so that is how significant a project can be. And ഈ പറഞ്ഞ പോലെ backlogs and conditions ഒന്നും അവർ like അന്വേഷിച്ചു പോലും ഇല്ല. They just wanted to know if you are skilled or not. That's all that they wanted. Okay, and ഈ പറഞ്ഞ പോലെ പാക്കേജിന്റെ വ്യത്യാസം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും how academics and CGPA and stuff are below your skills and projects. Okay, so ഈ projects എന്ന് പറയുന്ന സെക്ഷനകത്ത് you will be giving the significant projects that you have worked on. ആ ഒരു പ്രൊജക്ടിന്റെ പേര് എന്താണ് സാധനം എന്താന്നുള്ളത് ഒരു ലൈക്ക് ഒരു സെന്റൻസിൽ പറയാം. ആൻഡ് വാട്ട് വാസ് ദ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഏത് സമയത്താണ് നിങ്ങൾ ഈ പ്രൊജക്ട് ചെയ്തത്, ആൻഡ് വാട്ട് വാസ് യുവർ റോൾ ഇൻ ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ മിനി പ്രോജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ S5 നിങ്ങൾ മിനി പ്രോജക്ട് ചെയ്യും, S7 മെയിൻ പ്രോജക്ട് ചെയ്യും. സോ ഈ സമയത്ത് യു വിൽ ബി വർക്കിംഗ് വിത്ത് എ ടീം. ഓക്കെ, ഒരു 3-4 പേരുടെ ഒരു ടീമായിട്ട് ക്ലാസ്സിലുള്ള പിള്ളേരുടെ ഒപ്പമായിരിക്കും നിങ്ങൾ പ്രോജക്ട്സ് ചെയ്യുന്നത്. സോ ഇത് ഒരു അടിപൊളി പ്രോജക്റ്റ് ആയിരിക്കും 3-4 പേര് ചെയ്യും. അതിനകത്ത് നിങ്ങൾ എത്രത്തോളം സിഗ്നിഫിക്കന്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന റോളിനകത്ത് സ്പെസിഫൈ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ഇപ്പോൾ നിങ്ങൾ ആസ് പാർട്ട് ഓഫ് ഇന്റേൺഷിപ്പ് നിങ്ങൾ ആ ഒരു കമ്പനിയിൽ ഒരു പ്രൊജക്ട്, ചെറിയൊരു പ്രൊജക്ട് നിങ്ങൾക്ക് തന്നു, നിങ്ങൾ അത് ചെയ്തു. സോ വാട്ട് വാസ് യുവർ റോൾ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞാൽ അവിടെയും ഇതുപോലെ കൊടുക്കുക. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഐഡിയ അബൌട്ട് ദാറ്റ് വെൻ യു സീ മൈ റെസ്യൂമെ. സോ ദിസ് ഇസ് ദ കീ കമ്പോണൻസ് ഓഫ് എ റെസ്യൂമെ. ഇതായിരുന്നു നമ്മുടെ മെയിൻ സ്ലൈഡ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ വെറുതെ ഓടിച്ചു പോകുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് മൈക്ക് ഓൺ ചെയ്ത് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വാട്ട് ആർ ദി എക്സ്ട്രാ കെയർസ് ഓഫ്. ഓക്കെ, നമ്മളിപ്പോ കൊടുക്കേണ്ട കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും പറഞ്ഞു. നമ്മൾ ഇപ്പൊ നമുക്കറിയാം എന്തൊക്കെ കമ്പോണൻസ് ആണ് റെസ്യൂമിൽ ഉള്ളതെന്ന് അറിയാം, നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വർക്ക് ചെയ്യണമെന്ന് അറിയാം, നമ്മൾ എന്തൊക്കെയാണ് ഇനി ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാം, എപ്പോഴത്തേക്കും ഇത് ഉണ്ടാക്കി തുടങ്ങണമെന്ന് അറിയാം. ഓക്കെ, ഒരു ഫോർമാറ്റും അറിയാം. ഓക്കെ, ഇനി ഇത് എല്ലാം അറിയാം. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ വളരെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് ഇത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഫോൾസ് മെസ്സേജസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞ പോലെ റെസ്യൂമെ സപ്പോസ് ടു റിഫ്ലക്ട് യു, നോട്ട് സമൺ എൽസ്. ഓക്കെ, സീനിയേഴ്സിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് റെസ്യൂമെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കാം, യാതൊരുവിധ കുഴപ്പമില്ല. അവരുടെ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാം. പക്ഷെ ഓരോ ഹെഡിങ്ങിന്റെ അണ്ടറിൽ വരുന്ന ഓരോ കാര്യങ്ങൾ അത് മറ്റൊരാളുടെ എന്തായാലും നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇടാൻ പറ്റില്ല.
ബിക്കോസ് എന്തായാലും നിങ്ങൾ ലൈക്ക് എന്താ പറയാ, ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന് എല്ലാ ടെക്നിക്കൽ സ്കിൽസും ഉണ്ട്, അവൻ കുറെ ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട്, കുറെ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഹിസ് റെസ്യൂമേ ഇസ് എ പെർഫെക്റ്റ് വൺ. ഓക്കെ, ഞാൻ അത് കോപ്പി അടിച്ച് അങ്ങനെ തന്നെ വെച്ച് പേര് മാറ്റി. ഓക്കെ, അവിടെ പോയി റെസ്യൂമേ കൊടുത്ത് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ചോദിച്ചാൽ കഴിഞ്ഞു പെട്ടു, ഒന്നും പറയാനില്ല. ഓക്കെ, മേ ബി റെസ്യൂമേ ക്ലിയറൻസ് റൗണ്ടിൽ ഞാൻ ചിലപ്പോൾ ക്ലിയർ ആവുമായിരിക്കും, പക്ഷെ ഇന്റർവ്യൂവിന് ഇതേ റെസ്യൂമേ എടുത്ത് തന്നെയാണ് അവർ കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡു നോട്ട് പുട്ട് എനിത്തിങ് വിച്ച് ഇസ് ഫോൾസ്, അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ റെസ്യൂമേയിൽ ഇടാതിരിക്കുക, സത്യം മാത്രം ഇടുക. ബിക്കോസ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ like there are high chances that they will be taking your resume, they'll be underlining each and every word. നിങ്ങൾ കൊടുത്തേക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം if it is a very good company. ആൻഡ് നിങ്ങൾ 100 എണ്ണത്തിൽ 99 എണ്ണം ശരിയായിട്ട് പറഞ്ഞു, ഒരെണ്ണം നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇട്ടതാണ്, തള്ളാൻ ശ്രമിച്ചു, ചമ്മി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ 99 എണ്ണത്തിന്റെ ക്രെഡിബിലിറ്റിയും പോകും. Okay, that will question your honesty, that will question your like integrity, that will question your loyalty. Okay, appa thanne like they will understand that you are trying to fluke, they will understand that they are, you are trying to make a fool out of them. Okay, they will understand that you are trying to bluff things. Okay, you are like kind of trying to cheat the company. അതായിരിക്കും എന്തായാലും, അതായിരിക്കും അല്ല അതായിരിക്കണം എന്തായാലും ഒരു ഇന്റർവ്യൂവറിന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ റെസ്യൂമിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെടുന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാനിപ്പുലേറ്റ് ചെയ്ത് ദൃശ്യത്തില് മോഹൻലാൽ കഥ പറയണ പോലെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, എനിക്ക് ലക്കിലി അത് പറ്റും, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ തള്ള എൻ്റെ റെസ്യൂമിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. ഓക്കെ, അത്രയും നല്ല രീതിക്ക് പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് പഠന പണിക്ക് പോയാൽ മതി. അല്ലെങ്കിൽ ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് നെവർ ടു പുട്ട് ഫോൾസ് മെസ്സേജസ്. ഓക്കെ, അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഇട്ടാൽ മതി. പക്ഷെ വേറൊരു പ്രശ്നം, അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഇടണമെന്നുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ അറിയണം. ഓക്കെ, അത്രയും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ വർക്ക് ചെയ്യാൻ തുടങ്ങണം, നിങ്ങൾ നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, കുറെ ലാംഗ്വേജസ് പഠിക്കാനുണ്ടാവും, കുറെ പ്രോജക്ട്സ് ചെയ്യാനുണ്ടാവും. അല്ലാണ്ട് യു റെസ്യൂമേ വിൽ ബി ആൻ എംപ്റ്റി പേപ്പർ, ട്രസ്റ്റ് മീ. ഓക്കെ, ചുമ്മാ തള്ളി അവിടെ എഴുതി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഐ എം ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ, ഐ എം ഗുഡ് അറ്റ് ഇന്റർപേഴ്സണൽ. ഈ ഇന്റർപേഴ്സണൽ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞു പോയി. ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ നല്ലതെന്ന് പറഞ്ഞു, ക്രിട്ടിക്കൽ തിങ്കിങ് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞു. ChatGPT can help you build the contents, but it can never reflect you. Okay, so false messages ഇടാതിരിക്കുക. പിന്നെ ഒബ്വിയസ് ആയിട്ടുള്ള സ്കിൽസ്, ഫോർ എക്സാമ്പിൾ ഐ എം എ വെരി പങ്ക്ച്വൽ പേഴ്സൺ, ഐ എം എ വെരി ഓണസ്റ്റ് പേഴ്സൺ, ഐ റെസ്പെക്ട് അതേഴ്സ്. ഇതുപോലത്തെ സോഫ്റ്റ് സ്കിൽസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതുപോലത്തെ കാര്യങ്ങളൊന്നും റെസ്യൂമേയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ഓൾ ദീസ് ആർ എക്സ്പെക്ടഡ് ഔട്ട് ഓഫ് എ കാൻഡിഡേറ്റ്, ആസ് എന്താ ജനറൽ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇൻ എ പ്രൊഫഷണൽ സെറ്റപ്പ്. സോ നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണ്, അല്ലെങ്കിൽ യു ആർ എ ഗുഡ് ലിസണർ എന്നൊക്കെ പറയുന്ന സ്കിൽസ്, ദോസ് ആർ നോട്ട് സ്കിൽസ്, ദോസ് ആർ ട്രേറ്റ്സ് ഇൻ എ പേഴ്സൺ. ഓക്കെ, ഓരോ പേഴ്സന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് ഈ പറയുന്ന ലിസണിങ്ങും അല്ലെങ്കിൽ ഓണസ്റ്റി അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി, ലോയൽറ്റി, ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഓക്കെ, സോ ട്രേറ്റ്സ് ഇസ് നോട്ട് വാട്ട് ഇസ് എക്സ്പെക്ടഡ് വെൻ ഇറ്റ് കംസ് ടു സോഫ്റ്റ് സ്കിൽസ്. വാട്ട് ഇസ് എക്സ്പെക്ടഡ് ഇസ് തിങ്സ് ലൈക്ക് എന്താ പറയാ, ലൈക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ്, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ പ്രോബ്ലം സോൾവിങ്. ഇതുപോലത്തെ സ്കിൽസ് ആണ് കമ്പനീസ് ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ. ആൻഡ് ഈ പറഞ്ഞ പോലെ ഓരോ സ്കിൽസും നിങ്ങൾ ഇടുമ്പോൾ അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ഹൗ ക്യാൻ യു സേ ദാറ്റ് യു ആർ ഗുഡ് അറ്റ് ക്രിട്ടിക്കൽ തിങ്കിങ്, അല്ലെങ്കിൽ ഗിവ് എ സിനാരിയോ വേർ യു ഹാവ് ഹാഡ് ടു ക്രിട്ടിക്കലി തിങ്ക് ആൻഡ് യു കെയിം ഔട്ട് വിത്ത് എ ബ്രില്യൻറ്റ് സൊല്യൂഷൻ. ഓക്കെ, സോ അതാ ഞാൻ പറഞ്ഞ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പൊ എന്റെ സോഫ്റ്റ് സ്കിൽസ് എവറിത്തിങ് കെയിം ഫ്രം വോളണ്ടിയറിംഗ് ആൻഡ് നെറ്റ്വർക്കിംഗ് തിങ്സ്, ആൻഡ് ലൈക്ക് majority from IEEE, and I guess that is how a lot of you know me also. Okay, so എൻ്റെ സോഫ്റ്റ് സ്കിൽസ് കംപ്ലീറ്റ്ലി IEEE ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത് ലൈക്ക് ഫ്രം മൈ ഫ്രണ്ട്സ് ആൻഡ് NPTEL കോഴ്സസ് ഒക്കെ ഞങ്ങൾ കുറച്ച് പേര് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് KMRLന്റെ, അതായത് കൊച്ചി മെട്രോന്റെ ഒരു പ്രൊജക്ട് ഫിസാറ്റിന് കിട്ടിയതിന്റെ ഒരു പാർട്ടായിരുന്നു. പിന്നെ SDP അകത്ത് കോമ്പറ്റേറ്റീവ് കോഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ you have to explore, you have to expose yourself, you have to get into platforms that you ലൈക്ക് മേ ബി ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, പക്ഷെ ഈ പറയുന്ന എല്ലാ സ്ഥലത്തേക്കും ചെന്നെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കണ്ടന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലായി? ഇതിലെല്ലാത്തിൽ നിന്നും മാറി നിന്ന് കഴിഞ്ഞാൽ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയായി പോകും. ബിക്കോസ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന റിസെഷന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പ്ലേസ്മെന്റ്സിന്റെ അവസ്ഥ പരിതാപകരമാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കൊല്ലാണ് ഇത് ഏറ്റവും കൂടുതൽ സീനാവുക എന്നുള്ളതും നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തേർഡ് ഇയേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കിൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ഇൻ ഡീപ് ട്രബിൾ. ഓക്കെ, റിക്വയർമെന്റ് ഇല്ല ഇൻഡസ്ട്രിയിൽ, ദേ ഓൺലി വാണ്ട് ദ ബെസ്റ്റ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഓർ പീപ്പിൾ, അതായത് ബെസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പോലും എടുക്കുന്നവർക്ക് എന്തെങ്കിലും സ്റ്റഫ് വേണം.
ഓക്കെ, അല്ലാത്ത പക്ഷം ദേ ആർ നോട്ട് റെഡി ടു ഹയർ പീപ്പിൾ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഹയറിംഗ്. ഓക്കെ, ഫിസാറ്റിന്ന് 50 പേരെ വേണം, ഏതെങ്കിലും 50 പേരെ എടുത്തുകൊണ്ട് പോവുക അല്ല അവരുടെ ഉദ്ദേശം. ഓക്കെ, കഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എടുക്കുള്ളൂ, 100% ഗ്യാരണ്ടി ഞാൻ തരാം. ആൻഡ് റിസഷൻ ഒരു കൊല്ലം കൂടെ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും മേ ബി അത്രയും ഇഷ്യൂസ് ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, സോ ഡെവലപ്പ് ഓൺ ദോ സ്കിൽസ് ആൻഡ് ഒബ്വിയസ് സ്കിൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാം. പിന്നെ ഫോൺ സൈസ്, ഫോൺ കളർ, ഫോൺ സ്റ്റൈല്. ഈ പറഞ്ഞ റെസ്യൂമെ അലങ്കരിക്കുന്നതൊക്കെ അടിപൊളിയാണ്, പക്ഷെ അലങ്കാരത്തിലല്ല റെസ്യൂമയുടെ കാര്യങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആപ്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ യുനോ whether you have the potential or not. Okay, whether you are apt for that job or not is the only thing that matters. Okay, so readable ആയിട്ടുള്ള, അത്യാവശ്യം വലിയ ഫോൺ സൈസ് ഒന്നും യൂസ് ചെയ്യാതെ റീഡബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഫോൺ സ്റ്റൈലും ഫോൺ സൈസും, അതുപോലെ തന്നെ ഒരു പ്രോപ്പർ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ പച്ച ചെയ്ത ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. ഓക്കെ, ഇറ്റ് ഷുഡ് ബി റീഡബിൾ. അതാണ് ഈ തേർഡ് പോയിന്റ് വെച്ച് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് സാധനം, കീപ് ഇറ്റ് സിമ്പിൾ. ഓക്കെ, കാരണം ഈ പറഞ്ഞ പോലെ കഥ പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇരുന്ന് ആരും വായിക്കാൻ പോകുന്നില്ല. ദേ വിൽ ബി ഇന്റർവ്യൂയിങ് അറൌണ്ട് 100 to 200 സ്റ്റുഡൻസ് എവറി ഡേ. Okay, so they wouldn't have the time to go through each and everything of your resume just like that. Okay, so if for example നിങ്ങൾക്ക് ഇപ്പോൾ ജാവ അറിയാം, സി അറിയാം, പ്രോഗ്രാം ലൈക്ക് പൈത്തൺ അറിയാം, so you just give like skills എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, ജാവ, സി കഴിഞ്ഞു. അല്ലാണ്ട് ഐ എം റിയലി ഗുഡ് അറ്റ് ജാവ, ഐ ഹാവ് ഡൺ സെവറൽ പ്രൊജക്ട്സ് ഓൺ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് കഥയൊന്നും എഴുതി വെക്കാൻ നിൽക്കരുത്. കീപ് യുവർ റെസ്യൂമെ സിമ്പിൾ, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുക. ഇഫ് ദേ ആർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഓൺ ദാറ്റ്, യു ക്യാൻ ഇലാബറേറ്റ് ഓൺ ഇറ്റ് ആൻഡ് യു മസ്റ്റ് ബി ഏബിൾ ടു ഇലാബറേറ്റ് ഓൺ ഇറ്റ്. ബിക്കോസ് ചോദ്യം ചോദിച്ചിട്ട് റെസ്യൂമേന്ന് ചോദ്യം ചോദിച്ച് പറഞ്ഞില്ലെങ്കിൽ ആ ജോലി കയ്യിൽ നിന്ന് പോയി. 100% ഉറപ്പ്. ഏത് കമ്പനിയാണെന്നുണ്ടെങ്കിലും റെസ്യൂമയുടെ അകത്തുള്ള ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഇമ്മീഡിയറ്റ്ലി ബിലോ ഈവൻ ദോസ് ഹു സിറ്റ് ദർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതായത് ഒരു കാലി പേപ്പർ കൊണ്ട് റെസ്യൂമെ സബ്മിറ്റ് ചെയ്ത് അറ്റൻഡ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനേക്കാളും താഴെ നിങ്ങൾ പോകും, ഒരു ചവറ് കണക്കിന് കുറെ സാധനം എഴുതി വെച്ചിട്ട് ഒരു കാര്യം ചോദിച്ചാൽ അത് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. ബിക്കോസ് ലോയൽറ്റി ഓൾവേസ് കംസ് ഫസ്റ്റ് in any setup. Okay, and keep it maximum up to 2 pages. 2 പേജിൽ കൂടുതൽ റെസ്യൂമെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ റിജക്ട് ചെയ്യും. 1 പേജ് ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. 2 പേജസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. പക്ഷെ ലൈക്ക് 2 പേജ് ആണെന്നുണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതിൽ കൂടുതലാവാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. സോ കീപ് യുവർ റെസ്യൂമെ കൺസൈസ് ആൻഡ് സിമ്പിൾ. വേണ്ട കാര്യങ്ങൾ മാത്രം അതിനകത്തേക്ക് കൊടുക്കുക, വേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. സോ ദീസ് ആർ ദി എക്സ്ട്രാ കെയർ ഓഫ്സ്. And these are 2 terms that you must have to keep in mind. Okay, ഇത് വ്യത്യാസം പലർക്കും അറിയായിരിക്കും, അറിയാത്തവരും ഉണ്ടാവും. What is the difference between extra curricular and co-curricular? Okay, extra curricular എന്ന് പറഞ്ഞാൽ beyond your curriculum, അല്ലെങ്കിൽ apart from your academics, അല്ലെങ്കിൽ your academic setup. Okay, so നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് അണ്ടർ ദിസ് സെഷൻ വരിക. ഓക്കെ, ഇത് രണ്ടും എന്താ പറയാ മാൻഡേറ്ററി ആയിട്ടുള്ള സെക്ഷൻസ് അല്ല. പക്ഷെ ഇഫ് യു ആർ ഗിവിംഗ്, യു മസ്റ്റ് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ട്രാ ആൻഡ് കോ കരിക്കുലർ. ബിക്കോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ കൈൻഡ് ഓഫ് ടെൻഡ് ടു മേക്ക് മിസ്റ്റേക്സ്. അതായത് കോ കരിക്കുലറിൽ കൊടുക്കേണ്ട സാധനം എക്സ്ട്രാ കരിക്കുലറിൽ കൊണ്ടു കൊടുക്കും, അപ്പുറത്ത് കൊടുക്കേണ്ടത് ഇപ്പുറത്തോണ്ട് കൊടുക്കും. സോ എക്സ്ട്രാ കരിക്കുലർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓഫ് യുവർ കരിക്കുലം, അല്ലെങ്കിൽ ബിയോണ്ട് യുവർ കരിക്കുലം നിങ്ങൾ എന്താണ് ചെയ്തേക്കുന്നത്, ബിയോണ്ട് യുവർ അക്കാഡമിക്സ് എന്താണ് നിങ്ങൾ ചെയ്തേക്കുന്നത് എന്നാണ് അക്കാഡമിക്കിൽ എക്സ്ട്രാ കരിക്കുലറിൽ വരുന്നത്. സോ അതിനകത്ത് ഈ പറയുന്ന വോളണ്ടിയറിങ് കാര്യങ്ങൾ, ഇപ്പോൾ PSS ഒക്കെ വോളണ്ടിയർ ചെയ്ത ഇഷ്ടംപോലെ സെക്കൻഡ് ഇയേഴ്സിന് എനിക്കറിയാം, ലൈക്ക് ഈ മീറ്റിനകത്തുള്ളത്. സോ ദീസ് ആർ തിങ്സ് ദാറ്റ് കംസ് അണ്ടർ എക്സ്ട്രാ കരിക്കുലർ. പിന്നെ ഇപ്പോൾ നിങ്ങൾ NSSന്റെ ഭാഗമാണ്, അത് അല്ല NSS അപ്പുറത്തേ വരുള്ളൂ. ഈ പറഞ്ഞ പോലെ കോളേജുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത എല്ലാ സാധനങ്ങളാണ് ഈ പറയുന്ന എക്സ്ട്രാ കരിക്കുലറിനകത്ത് വരിക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ആർട്സ് ആൻഡ് കൾച്ചർ ക്ലബ് മെമ്പർഷിപ്സ്, നിങ്ങളിപ്പോൾ FMCയുടെ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഫ്രെയിംസിന്റെ ഒരു പാർട്ടാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദോസ് ക്യാൻ കം അണ്ടർ എക്സ്ട്രാ കരിക്കുലർ. ബിക്കോസ് അത് നിങ്ങളുടെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് സൈഡായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, സോ ഓൾ ദീസ് ക്യാൻ ബി പുട്ട് അണ്ടർ എക്സ്ട്രാ കരിക്കുലർ. ആൻഡ് കോ കരിക്കുലർ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള അസോസിയേഷൻസ്, ലെറ്റ്സ് സേ ACM, അല്ലെങ്കിൽ ASME, അല്ലെങ്കിൽ IEEE, ഇതുപോലത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള അസോസിയേഷൻസിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ, അതായത് അക്കാഡമിക്സുമായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആയിട്ടുള്ള അസോസിയേഷൻസിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ കം അണ്ടർ കോ കരിക്കുലർ. ഓക്കെ, പിന്നെ അതുപോലെ ഇപ്പോൾ ഡിഫറെന്റ് കോഡിംഗ് കോമ്പറ്റീഷൻസ്, ഇപ്പോൾ എക്സ്ട്രീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. എക്സ്ട്രീം അല്ലെങ്കിൽ ലൈക്ക് ഇതുപോലെ TCS ഓരോ ഹാക്കത്തോൺസ് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് കോഡിംഗ് കോമ്പറ്റീഷൻസോ അല്ലെങ്കിൽ ഹാക്കത്തോൺസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ദീസ് തിങ്സ് ക്യാൻ കം അണ്ടർ കോ കരിക്കുലർ. അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സ്കിൽ സെറ്റും കാര്യങ്ങളും അക്കാഡമിക്സും ഒക്കെ മെൻഷൻ ചെയ്തു, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബാക്കി നിങ്ങൾ ലൈക്ക്
during these 4 years നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് co-curricular-നകത്ത് വരുന്നത്. Okay, and all the other things like volunteering and arts and memberships and clubs and stuff, പിന്നെ ബാഡ്മിന്റൺ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ those are not things that are very relevant. Okay, so അതിനനുസരിച്ചുള്ള, അതായത് നിങ്ങളുടെ കേപ്പബിലിറ്റീസ്, ലൈക്ക് അപ്പാർട്ട് ഫ്രം ബീങ് എ ബുജ്ജി ഓർ എ ടെക്സ്റ്റ് ബുക്ക് ഇൻസൈഡ് യുവർ ഹെഡ്, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്താണെന്നുള്ളത് കാണിക്കുന്നതാണ് ഈ എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ സ്കിൽസും അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് നോളജും നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു അലൈൻമെന്റിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ഒരു പാത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് co-curricular. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ആൻഡ് ഈ പറഞ്ഞ പോലെ ലൈക്ക് വെൻ യു ആർ പ്രൊവൈഡിങ് ഡിഫറെന്റ് ലിങ്ക്സ് ഇൻ യുവർ റെസ്യൂമെ, മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ ഓൾ പ്രൊഫഷണൽ ലിങ്ക്സ്. ഓക്കെ, ആവശ്യമില്ലാത്ത, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്യാൻവയിൽ ഇപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മദേഴ്സ് ഡേക്ക് ഒരു കാർഡ് ഉണ്ടാക്കി. ഓക്കെ, അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ക്യാൻവ ടൂൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മേക്ക് യൂസ് ഓഫ് പ്രൊഫഷണൽ ലിങ്ക്സ് ലൈക്ക് ഗിറ്റ്ഹബ്. ഓക്കെ, ഗിറ്റ്ഹബ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അറ്റ്ലീസ്റ്റ് ദ 3rd years. അറിയില്ല എന്നുണ്ടെങ്കിൽ വളരെ മോശം ആണ്. ഓക്കെ, സോ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഗിറ്റ്ഹബ് എന്താന്നുള്ളത്. ആൻഡ് ദർ ഹാവ് ബീൻ സെവറൽ സെഷൻസ് ബിഫോർ. IEEE എന്നെ കുറെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗിറ്റ്ഹബിനെ കുറിച്ചും ഗിറ്റിനെ കുറിച്ചും. നമ്മുടെ സീനിയർ ജോയൽ നിക്സൺ വന്നിട്ട് കുറെ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായി. ഐ ഗെസ് യു ഹാവ് ഓൾ ബീൻ പാർട്ട് ഓഫ് ഓൾ ദോസ്. സോ ഗിറ്റ്ഹബ് എന്താണെന്ന് അറിയണം. ലിങ്ക്ഡിനിൽ ഒരു ആക്റ്റീവ് ഒരു അക്കൗണ്ട് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞ ഒരു അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഇൻസ്റ്റയിൽ 10 പോസ്റ്റ് ഇടുമ്പോൾ അതേസമയം ഇൻസ്റ്റയിൽ ലിങ്ക്ഡിനകത്ത് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, ട്രൈ ടു ഹാവ് ആൻ ആക്റ്റീവ് ലിങ്ക്ഡിൻ അക്കൗണ്ട്. ആൻഡ് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈവൻ ഫസ്റ്റ് ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ചുമ്മാ ഒരെണ്ണം ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അത് പറയുന്നത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. ബിക്കോസ് ഈ പറയുന്ന ബാക്കി എല്ലാ സോഷ്യൽ മീഡിയ ലൈക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഓൾ ദീസ് ആർ ജസ്റ്റ് ഫോർ ലെഷർ. ഓക്കെ, ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീനെ അറിയുന്ന അല്ലെങ്കിൽ ബിസിനസ് ലെവലിൽ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ആണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. സോ ബീങ് എ പാർട്ട് ഓഫ് സച്ച് എ പ്ലാറ്റ്ഫോം ഇസ് എ റിയലി ഗുഡ് തിങ്. Okay, you will get a lot of news about the latest technologies and stuff. A lot of people will be posting a lot of their works. Okay, so ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടെക്നോളജീസ്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, യു ക്യാൻ ഈവൻ പോസ്റ്റ് ആർട്ടിക്കിൾസ് അബൌട്ട് യുവർ തോട്ട്സ് ദാറ്റ് യു ഹാവ്. ഇപ്പൊ ഞാൻ വിമൻ എംപവർമെന്റിനെ കുറിച്ചിട്ടും ലൈക്ക് പബ്ലിക് വിമൻ സെക്യൂരിറ്റിനെ കുറിച്ചിട്ട് എന്റെ ലിങ്ക്ഡിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതൊന്നും ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി റെലവെന്റ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പക്ഷെ these are things that you can openly say in a like platform like LinkedIn. There also like ഇൻസ്റ്റയിൽ പോയിട്ട് അങ്ങനത്തെ ഒരു സാധനം ഇടാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് ഈ അവയർനെസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ന്യൂസ്, ടെക്നിക്കൽ സാധനങ്ങൾ, ഇൻഡസ്ട്രി റിലേറ്റഡ് സാധനങ്ങൾ, ഇതൊന്നും ദിസ് ഇസ് നോട്ട് സപ്പോർട്ടഡ് സോ മച്ച് ഇൻ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ആൻഡ് സ്റ്റഫ്. സോ ലൈക്ക് നിങ്ങൾ ഈ റെസ്യൂമിൽ ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്കും ഒരിക്കലും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ എന്താ പറയുക ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ ഒന്നും എടുത്ത് ദൈവത്തെ ഓർത്ത് റെസ്യൂമിൽ ഇടരുത്. Okay, just stick to the professional accounts only. Twitter to a certain extent is fine. Okay, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിങ്ക്ഡിൻ, ഗിറ്റ്ഹബ് ഇതുപോലത്തെ ലിങ്ക്സ് ഒക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, ആൻഡ് ഗിറ്റ്ഹബിലൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രീക്വന്റ് യൂസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് ഗുഡ് ഇംപ്രഷൻ ടു ദ ഇന്റർവ്യൂ. ഓക്കെ, അത് കാണുന്നത് തന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ലൈക്ക് റെഗുലർ ആയിട്ട് ഗിറ്റ്ഹബിൽ പുഷ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രോജക്ട്സും ഗിറ്റ്ഹബും ഭയങ്കര ക്ലോസ് റിലേഷൻ ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ് ഇതുപോലെ ഗിറ്റ്ഹബിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗിവ്സ് യു എ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജ് ഓവർ ദി അതർ കാൻഡിഡേറ്റ്സ്. ഓക്കെ, ആൻഡ് യു വിൽ ഓൾസോ ഫൈൻഡ് എ ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫേഴ്സ് ഇൻ ലിങ്ക്ഡിൻ ആസ് വെൽ. ഓക്കെ, നമ്മുടെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സിന് പുറമെ പബ്ലിക് ആയിട്ടുള്ള ഹയറിങ്ങും കാര്യങ്ങളിലൊക്കെ കുറിച്ചിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് വരും. You will, maybe people will directly text you, saying that there are offers in such and such jobs, so you can apply over here. So LinkedIn എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ആണ്. മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് യു ഹാവ് എൻ അക്കൗണ്ട് ഇൻ ദർ. ഓക്കെ, ആക്റ്റീവ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ആൻഡ് ഈ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തേക്കുന്ന സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾ ഓരോ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഗിറ്റ്ഹബിൽ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. Okay, and these are the links that will be there in your resume, and അത് വേണമെങ്കിൽ അവർക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും they can have a visual presentation of the project that you have done. Okay, like instead of just theoretically ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു മറ്റേത് മറിച്ചേതു എന്ന് പറയുന്നതിനേക്കാളും if you provide a link where they can actually see what you have done, okay, that gives a lot of confidence in you. Okay, അതായത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് അത്രയും ചെയ്തിട്ടുണ്ട്, ഷോക്കേസ് ചെയ്യാൻ റെഡിയാണ്. Okay, you are you're clear about what you have done and how much your potential is, and you are ready to showcase that. Okay, that gives a lot of impression to the interviewer. So try to make use of all these kind of platforms, and ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്ന ഓരോ പ്രോജക്ട്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക ആസ് എ എവിഡൻസ്. ഓക്കെ, ആൻഡ്
ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് എനിവൺ ടു ഹാവ് prejudice ഓൺ ദിസ്. അതായത് ഈ അസൈൻമെന്റ് കാണുമ്പോഴത്തേക്കും ഓക്കെ അടുത്ത സ്ലൈഡ് ആകുമ്പോഴത്തേക്കും വരാം, ഞാൻ പോയിട്ട് വരാം എന്നുള്ള സീനിലല്ല. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സാം ആണ്, കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞങ്ങൾക്ക് എക്സാംസ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ജസ്റ്റ് ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. ഓക്കെ, ഇൻ ദ ലോങ് റൺ. ഓക്കെ, ആദ്യം തന്നെ ഡിസ്കവറിങ് യുവർ സ്കിൽ സെറ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസ് എന്താണ്, നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് നിലവിൽ എവിടെയാണ് നിൽക്കുന്നത്, ഇത് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇതെല്ലാം ഡിസ്കവർ ചെയ്ത് വെക്കുക. പ്രൊജക്ട്സ് പരമാവധി എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ചവറ് കണക്കിന് പ്രൊജക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ക്യാൻ ഗ്രാന്റ് യുവർ ജോബ് ബൈ ഇറ്റ് സെൽഫ്. എന്ത് സപ്ലൈ ഉണ്ട്, എന്ത് തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സുഖമായിട്ട് എടുക്കും. ആൻഡ് പ്രൊജക്ട്സ് ഇല്ലാണ്ട് നിങ്ങൾ എന്ത് സാധനം പഠിച്ചു എന്ന് പറഞ്ഞാലും അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല. ഓക്കെ, ഞാനിപ്പോ DBMS പഠിച്ചു, അല്ലെങ്കിൽ ഞാനിപ്പോ ജാവ പഠിച്ചു. ജാവ പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ജാവ പഠിച്ചിട്ട് ഓക്കെ മാർക്ക് എനിക്ക് 90 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? ലൈക്ക് ജാവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വെബ് പേജിനെ ഡൈനാമിക് ആക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, what they want to know is whether you are able to apply what you have learned in your theory into practice. ഓക്കെ, അതാണ് ഈ പഠന പ്രൊജക്ട്സ് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ച നോളജ് വെച്ചിട്ട് നമ്മൾ ലൈക്ക് റിയൽ ആയിട്ടുള്ള പ്രൊജക്ട്സ് ഉണ്ടാക്കി ഷോക്കേസ് ചെയ്യുന്നതാണ് ഈ പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ലേൺ. ഓക്കെ, സപ്ലൈ അടിക്കാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല മാർക്സ് മേടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഓൾവേസ് റിമെമ്പർ യു ഹാവ് ടു ലേൺ ദാറ്റ് വിച്ച് മാറ്റേഴ്സ്. ഓക്കെ, ആവശ്യമില്ലാത്ത ഒരുപാട് സബ്ജക്ട്സ് നമ്മുടെ കരിക്കുലത്തിൽ ഉണ്ട്. ആൻഡ് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ പഠിച്ചിട്ട് എന്തുണ്ടാക്കാനാണെന്നുള്ളത്. പക്ഷെ പഠിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ ലൈക്ക് ഗിവ് മോർ പ്രയോറിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ടു ദോസ് സബ്ജക്ട്സ് ദാറ്റ് ആക്ച്വലി മാറ്റർ ടു യുവർ ഡൊമൈൻ. ഓക്കെ, അതിപ്പോൾ EC ഡിപ്പാർട്ട്മെന്റിന് വേറെ സബ്ജക്ട്സ് ആയിരിക്കും, CS വേറെ സബ്ജക്ട്സ് ആയിരിക്കും, സിവിലിന് വേറെ സബ്ജക്ട് ആയിരിക്കും, മെക്കാനിക്കലിന് വേറെ സബ്ജക്ട് ആയിരിക്കും, ട്രിപ്പിളിക്കും EIക്കും വേറെ സബ്ജക്ട്സ് ആയിരിക്കും. സോ യു നോ വിച്ച് ആർ ദ സബ്ജക്ട്സ് ദാറ്റ് ഇസ് വെരി ക്ലോസ്ലി റിലേറ്റഡ് ടു യുവർ ഡൊമൈൻ. അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, അതിന്റെ തിയറിയൊക്കെ പക്കയാക്കി വെക്കുക, അതിന്റെ ബേസിസിൽ നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്യാം. ഓക്കെ, സോ ഡോണ്ട് മിസ് ഔട്ട് ഓൺ ദ കോർ സബ്ജക്ട്സ്. ബാക്കിയുള്ള സാധനങ്ങളൊന്നും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അൺലെസ് യു ആർ ഗോയിങ് ഫോർ ഹയർ സ്റ്റഡീസ്. Okay, and I would always say extracurricular is always greater than co-curricular, because ഈ പറഞ്ഞ പോലെ co-curricular ആക്ടിവിറ്റീസിനേക്കാളും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വോളണ്ടിയറിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഗുണം ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വോളണ്ടിയറിംഗ് ചെയ്യുമ്പോൾ യു നോ ഹൗ ടു വർക്ക് ആസ് എ ടീം, യു നോ ഹൗ ടു റെസ്പോണ്ട് ടു സ്ട്രെസ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഇറ്റ് ഹെൽപ്സ് യു ടു മേക്ക് ഗുഡ് ഡിസിഷൻസ്. നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ്, നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നിങ്ങളുടെ ടീം വർക്ക്, കൊളാബറേഷൻ, ഇന്റർപേഴ്സണൽ സ്കിൽസ്, ലൈക്ക് there are n number of things that you gain from extracurricular activities. Okay, and these are the things that actually matter when you step into an industry. Okay, കഴിവ് വേണം, കഴിവ് മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു സാധനം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി ഒറ്റ ദിവസം കൊണ്ടിരുന്ന് അത് കംപ്ലീറ്റ്ലി ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ ഇൻഡസ്ട്രി ഇസ് ദാറ്റ് യു വിൽ ബി പുട്ട് ഇൻ ടു എ ടീം ഡയറക്ട്ലി. ഓക്കെ, നിങ്ങളൊരു കമ്പനി കയറി ആദ്യം തന്നെ നിങ്ങളൊരു ടീമിലേക്ക് ഇടും, ആ ടീമിലെ ആൾക്കാരായിട്ട് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് നിങ്ങളൊരു ടീം വർക്ക് ആയിട്ടാണ് എല്ലാ സാധനങ്ങളും ചെയ്യുക. ഓക്കെ, സോ like knowing how to deal with people, knowing how to network with people, knowing how to behave in a team, knowing how to collaborate with others, all these things are very very important when it comes to the industry. ഓക്കെ, ആൻഡ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കുറെ പുസ്തകം പഠിക്കാൻ അറിയാം, ഒരുപാട് മാർക്ക് നേടാൻ അറിയാം, കുറെ ലൈക്ക് ടെക് ജീനിയസ് ആണ്, എന്ത് സാധനം കൊടുത്താലും കോഡ് ചെയ്ത് ഔട്ട്പുട്ട് തരും, അതുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഐ വുഡ് സേ യു ക്യാൻ ഗെറ്റ് എ ലോട്ട് ഔട്ട് ഓഫ് ദിസ് എക്സ്ട്രാ കരിക്കുലർ. ആൻഡ് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ മാത്രമല്ല, മാനേജറൽ സൈഡിലാണെന്നുണ്ടെങ്കിലും, അതായത് ഇപ്പോൾ ലൈക്ക് ലെറ്റ്സ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ നലാശ എന്ന് പറയുന്ന കമ്പനി ഓഫർ 10 lakhs per annum, which no other technical companies that have visited this year is offering. Okay, അത്രയും വലിയ പാക്കേജ് വന്നത് was for a managerial company. Okay, so ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എക്സ്ട്രാ കരിക്കുലർ സാധനം എന്ന് പറയുന്നത് മാനേജറൽ കമ്പനിക്കും ടെക്നിക്കൽ കമ്പനിക്കും ആസ് എ സോഷ്യൽ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിലും, ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും, ഒരു നല്ല ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ ഒരു പേഴ്സോണ ഐ വുഡ് സേ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയുന്നത്. So just think about it. What are the different things that you can do while you are in the college, rather than just packing your bags, coming at 9 p.m. Sitting there till 4:30. 4:45 ആകുമ്പോഴത്തേക്കും ബസ് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയി ചായ കുടിച്ച് കിടന്നുറങ്ങുക. There is a lot of things that you can make use of, especially in a campus like ours. നമ്മളുടെ ഫിസാറ്റിലൊക്കെ നടക്കുന്ന അത്രയും ഇവന്റ്സ് ഐ ഡോണ്ട് തിങ്ക് ഇൻ എനി അതർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത്. ലൈക്ക്
ആര് ഹോസ്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ മാനേജ്മെന്റ് ഹോസ്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഉൾപ്പെടെ. ഓക്കെ, സോ ട്രൈ ടു ബി പാർട്ട് ഓഫ് ഓൾ ദീസ് കൈൻഡ് ഓഫ് ഇവന്റ്സ് ആൻഡ് സ്റ്റഫ്. ഇത് പറഞ്ഞ വോളണ്ടിയറിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് വിത്ത് യുവർ സീനിയേഴ്സ്, നെറ്റ്വർക്ക് വിത്ത് അതർ പീപ്പിൾ ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ആൻഡ് എന്താ പറയുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം അല്ലാണ്ട് ദീസ് ആർ നോട്ട് തിങ്സ് ദാറ്റ് യു ക്യാൻ റൈറ്റ് ഡൗൺ ഇൻ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ഡെവലപ്പ്. ആൻഡ് co-curricular is something that you can work on yourself. അത് ഈ പറഞ്ഞ പോലെ വീട്ടിലിരുന്ന് കോഴ്സസ് ചെയ്തിട്ടോ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടോ അല്ലെങ്കിൽ NPTEL കോഴ്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് സെറ്റ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ co-curricular അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത്. മറ്റത് നിങ്ങളായിട്ട് തന്നെ ലൈക്ക് ഇറങ്ങി യു ഹാവ് ടു ഗെറ്റ് യുവർ ഹാൻഡ്സ് ഡേർട്ടി, അതർവൈസ് യു ആർ നോട്ട് ഗോയിങ് ടു അച്ചീവ് ദിസ് തിങ്. Okay, so these are the 4 things that I just want you to keep in mind in the long run. Okay, ഇപ്പൊ എക്സാമിന് പഠിച്ചോ കുഴപ്പമില്ല, പക്ഷെ റെസ്യൂമെ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇതിനെല്ലാത്തിനുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. സ്കിൽ സെറ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പ്രൊജക്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങളായിരിക്കണം നിങ്ങൾക്ക് അറിയാവുന്നത്. ചുമ്മാ കുറെ കാര്യങ്ങൾ അറിയാവുന്ന പറഞ്ഞല്ല, വേണ്ട സാധനങ്ങളായിരിക്കണം അറിയാവുന്നത്. And you must have the skills to showcase all these things. You have to present this in a really good way. Okay, so that is from my side. Yeah, ആർക്കെങ്കിലും എന്തെങ്കിലും questions or answers, like if you want any answers to a particular query, you can ask me. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. എടാ ആരെങ്കിലും ലൈക്ക് ചാറ്റ് ബോക്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ. I'll wait for 2 minutes. എന്താണെന്ന് ചോദിച്ചോ. അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിനകത്ത് നിന്ന് ജനറൽ ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിക്കണ്ട, ലൈക്ക് യു ക്യാൻ ആസ്ക് മീ ഇൻ പേഴ്സൺ. ലൈക്ക് അല്ലാത്ത ജനറൽ ആയിട്ടുള്ള എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാം. I'll clarify this. Okay, so ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്തോന്നല്ല. Yeah, okay, ഞാൻ അതിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, സോ ദ സ്ലൈഡ് ഇസ് ഒഫീഷ്യലി ഓവർ. ഇനി എന്റെ റെസ്യൂമെ കൂടിയും കാണിച്ചിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കമ്പോണൻസും കാര്യങ്ങളും എക്സ്ട്രാ കരിക്കുലർ, കോ കരിക്കുലർ, ലൈക്ക് ടേക്ക് കെയർ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. ഓക്കെ, സോ ഓൾ ദീസ് തിങ്സ് ആർ വാട്ട് എവർ ഐ എക്സ്പ്ലെയിൻഡ് ഇൻ തിയറി റൈറ്റ് നൗ, I'll be showing you an example for all those. ഓക്കെ, സോ ഇതാണ് എന്റെ റെസ്യൂമെ എന്ന് പറയുന്നത്. ഓക്കെ, എന്റെ ഒരു കമ്പനിയുടെ റെസ്യൂമെ ആണ് ഇത്. പല കമ്പനീസിന്റെ പല റെസ്യൂമെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് ഇസ് ആൻ അപ്ഡേറ്റഡ് റെസ്യൂമെ. ഓക്കെ, ഇന്നത്തെ ദിവസം December 12th 27th ഒരു കമ്പനി എന്നെ ഹയർ ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എന്റെ റെസ്യൂമെ എന്ന് പറയുന്നത്. ഓക്കെ, എവറിത്തിങ് ഇസ് അപ്ഡേറ്റഡ്, കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ്. ഓക്കെ, സോ ഇവിടെ ഞാൻ പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ പേര്, പിന്നെ ഇഫ് യു വോണ്ട് യു ക്യാൻ സ്പെസിഫൈ യുവർ ഡിപ്പാർട്ട്മെന്റ്. കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അത് കൊടുക്കാം. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ വേർ യു ആർ ഗിവിംഗ് യുവർ റെസ്യൂമെ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ക്യാമ്പസിൽ നടക്കുന്ന ഒരു പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ MCA-കാർക്ക് അല്ലെങ്കിൽ CS-കാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്കാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടാവും. അങ്ങനത്തെ കേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫൈ ചെയ്യേണ്ട. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഈ പറഞ്ഞ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു കോമൺ പൂൾ ഡ്രൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ it's always better if you specify which branch you are coming from. Okay, so പേര്, അഡ്രസ് കൊടുക്കാന്ന് നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. പിന്നെ ഫോൺ നമ്പർ, എൻ്റെ ഇമെയിൽ അഡ്രസ് ആൻഡ് മൈ ലിങ്ക്ഡിൻ. ഓക്കെ, ഈ ലിങ്ക്ഡിൻ കൊടുക്കുമ്പോൾ തന്നെ ഇഫ് ദേ വാണ്ട് ദേ ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ്, ദേ ക്യാൻ സീ മൈ ലിങ്ക്ഡിൻ പേജ്. Okay, this shows a lot of confidence in that candidate. Okay, ഇപ്പോൾ ഞാൻ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണെന്ന് എൻ്റെ ലിങ്ക്ഡിനകത്ത് പറയുന്നുണ്ട്. I have 334 connections. I have an അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ എനിക്കുണ്ട്. There are a lot of posts that I have placed. ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ എൻ്റെ ലിങ്ക്ഡിൻ കോൺടാക്ട്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ there are a lot of messages that is being sent to me on LinkedIn. ഇത് കണ്ടോ, ഇത് കുറെ റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇത് കണ്ടോ, ഒരു ഓഫർ വന്നേക്കുന്നു, ആർ യു ഓപ്പൺ ടു വർക്ക് ആൻഡ് സ്റ്റഫ്. സോ this is the interface of LinkedIn. Okay, so ആ LinkedIn account ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് I started off with the CEO, that is career objective. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. Determined to excel in the IT service and digital solution sector with a keen enthusiasm for harnessing cutting edge technologies and driving forward innovation. Looking forward to contribute my strong interpersonal skills, okay, passion for learning and positive attitude in dynamic work environments. So ഇവിടെ എന്നെ കുറിച്ചിട്ട് എൻ്റെ സ്കിൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഓക്കെ, IT സർവീസസ് ആൻഡ് ഡിജിറ്റൽ സൊല്യൂഷൻ സെക്ടറിലാണ് ഞാൻ നോക്കുന്നത്. സോ പ്രോബബ്ലി ദിസ് റെസ്യൂമെ ഈസ് ഫോർ TCS. ഓക്കെ, അതാണ് ഇവിടെ TCSന്റെ CV എന്നാണ് കൊടുത്തേക്കുന്നത്, ബിക്കോസ് ഇറ്റ് ഇസ് ആൻ IT ഇൻഡസ്ട്രി. ഓക്കെ, സോ ആൻഡ് യു ആർ enthusiastic to learn.
എന്നുള്ളതാണ് ഈ പറയുന്ന കരിയർ ഒബ്ജക്റ്റീവിന്റെ 2-3 സെന്റൻസിൽ പറയുന്നത്. ഓക്കെ, ദെൻ കെയിം യുവർ അക്കാഡമിക്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. ബിടെക് വെച്ച് തുടങ്ങി, റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ, കോഴ്സ് ഏതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ആൻഡ് മൈ മാർക്സ്. ഓക്കെ, CGPA ഇത്ര നല്ല, ഐ മീൻ ഹൈ CGPA ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബാച്ച് കൊടുത്താൽ മതി. പിന്നെ 10th-ന്റെയും 12th-ന്റെയും പെർസെൻറ്റേജ്. ഇനി സ്കിൽസ് അഥവാ സ്പെഷ്യലൈസേഷൻസ്, നമുക്ക് 2 സ്കിൽസ് ആണുള്ളത്, ടെക്നിക്കൽ ഉണ്ട്, സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ഓക്കെ, സോ ടെക്നിക്കൽ സ്കിൽസിനകത്ത് ഞാനിപ്പോ എന്റെ സ്കിൽസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സാധനങ്ങൾ, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് യൂസിങ് ജാവ ആൻഡ് കോട്ട്ലിൻ. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വാട്സ്ആപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ചാറ്റ് ഒക്കെ കാണില്ലേ, ആ ചാറ്റ് ഒരെണ്ണം ഞെക്കി കഴിയുമ്പോൾ അയാളുടെ ചാറ്റിലേക്ക് പോകും. ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് ഡൺ യൂസിങ് ജാവ ആൻഡ് കോട്ട്ലിൻ. ഓക്കെ, പിന്നെ പ്രോഗ്രാമിംഗ് സ്കിൽസ് ഇൻ പൈത്തൺ, ജാവ ആൻഡ് സി. പിന്നെ ബിഗിനർ എന്ന് പറഞ്ഞിട്ട് ഞാൻ HTML, CS, ബൂട്ട്സ്ട്രാപ്പ് 5 ഇതൊക്കെ IT അല്ലെങ്കിൽ CS-ന്റെ അണ്ടറിൽ വരുന്ന കൈൻഡ് ഓഫ് ടെക്നിക്കൽ സ്കിൽസ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, റെസ്യൂമെയിൽ നമ്മൾ ഉള്ളതുപോലെ തന്നെ പറയണം. ഓക്കെ, ആവശ്യമില്ലാണ്ട് നമ്മൾ ഇതിൽ പുലിയാണ് മറ്റേത് പുലിയാണ് ഇത് പക്ക വെള്ളം പോലെ അറിയാം എന്ന് പറയാൻ നിൽക്കരുത്. ബിക്കോസ് അതെന്തായാലും ആസ് എ ഫ്രഷർ നമുക്ക് അറിയുന്നുണ്ടാവില്ല. സോ ബി ഹംബിൾ. ഓക്കെ, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇത് അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ കൊടുക്കായിരുന്നു, എന്നിട്ട് ഇന്റർമീഡിയറ്റ് ആണെന്ന് പറഞ്ഞ് ഒന്നും അറിയാത്ത ഈ സാധനങ്ങൾ കൊടുക്കായിരുന്നു. പക്ഷെ വാട്ട് ഐ ഡിഡ് വാസ്, ഞാൻ ഇന്റർമീഡിയറ്റ് അത്രയും ഹംബിൾ ആയിട്ട് ഞാൻ തുടങ്ങി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതെല്ലാം അറിയാം. ആൻഡ് ബിഗിനർ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ കൊടുത്തു. അതായത് ഇപ്പൊ എനിക്ക് ഈ ബൂട്ട്സ്ട്രാപ്പ് അതിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം ഫെമിലിയർ വിത്ത് ഓൾ ദോസ്, ഐ ഹവ് വർക്ക് വിത്ത് ദോസ്. അതിനെ ലൈക്ക് ബാക്കപ്പ് ചെയ്യുന്ന പ്രൊജക്ട്സ് എൻ്റെ കയ്യിലുണ്ട്. സോ ഐ ഗേവ് ഇറ്റ് ആസ് എ ബിഗിനർ ഓപ്ഷൻ. ഓക്കെ, അത് ഐ ഡോണ്ട് വാണ്ട് ടു എന്താ പറയുക ബ്ലഫ് ഇൻ എനിത്തിങ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ചറിയാവുന്ന കാര്യങ്ങൾ കുറച്ചറിയാമെന്ന് പറയാം, കുറച്ചും കൂടി അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി അറിയാമെന്ന് പറയാം. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് ഇറ്റ് ആസ് എൻ അഡ്വാൻസ്ഡ് ടെക്നിക്കൽ സ്കിൽ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇത് ഒറ്റയടിക്കും കൊടുക്കാം, ഒരുമിച്ച് കൊടുക്കണേനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ സോഫ്റ്റ് സ്കിൽസ്. ഇപ്പൊ ഞാൻ ഏത് സോഫ്റ്റ് സ്കിൽ പറഞ്ഞാലും ദർ ആർ തിങ്സ് ടു സപ്പോർട്ട് ഇറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ഷുഡ് ബി ഡെഫിനറ്റ്ലി ഹാവിംഗ്. ഇപ്പൊ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എംപവർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ലൈക്ക് ടീമിന്റെ ലീഡർ ആയിരുന്നു, ഞങ്ങളുടെ ടീമായിരുന്നു ജയിച്ചത്. സോ അത് പറയുന്നു. അതുപോലെ തന്നെ ഒരു ഇൻഡോർ മാപ്പിംഗ് പ്രോജക്ട് ഫോർ ഫിസറ്റ് കോളേജ് ക്യാമ്പസ് ഞങ്ങളൊരു ഹാക്കത്തോണിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു. അഡാപ്റ്റബിലിറ്റി ആൻഡ് ടൈം മാനേജ്മെന്റ്, വോളണ്ടിയറിംഗ് ആൻഡ് IEEE, ഗസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അക്കോമഡേഷൻ ലീഡാണ് ഞാൻ ഇപ്പൊ നിലവിൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് പല ഇവന്റ്സിനും. സോ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ, ഓഫ് കോഴ്സ് പബ്ലിക് സ്പീക്കിംഗ്, പിന്നെ മൾട്ടിപ്പിൾ സ്കിൽ ഡെവലപ്മെന്റ് IEEE അണ്ടറിൽ വരുന്നതിന്റെ മെന്റർ ആണ്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ ക്യാൻ ഷോക്കേസ് ഇൻസൈഡ് കമ്മ്യൂണിക്കേഷൻ. പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, proactively acquiring new programming languages. ഇത് like if they ask about this, I have a lot of evidences from the 𝗂𝗪 project that I have done. Okay, and critical thinking is something that always comes under volunteering. Okay, you'll be encountering a lot of situations where you have to come up with very fast decision making and stuff. Okay, and this is my project session. Okay, ഇപ്പൊ ഞാൻ 5 പ്രോജക്റ്റ് ഇട്ടിട്ടുണ്ട്. 5 വേണമെന്നൊന്നുമില്ല, 2 ആയാലും കുഴപ്പമില്ല, മര്യാദക്കുള്ള 2 പ്രോജക്റ്റ് കൊടുത്താലും മതി. പിന്നെ ഈ പറഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെറിയ ചെറിയ പ്രോജക്ട്സ് ആണ് ചെയ്തേക്കുന്നതെങ്കിൽ നമ്പർ കൂട്ടാം. ഓക്കെ, സോ ദിസ് ഇസ് എ പേഴ്സണൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. അപ്പൊ ഞാൻ ഇതൊരു ഹെഡിങ് ആയിട്ട് കൊടുത്തു, അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ഈ പറയുന്ന വെബ്സൈറ്റ് എന്താന്നുള്ളത് ഷോർട്ട് ആയിട്ട് ഒരു 2 സെന്റൻസിൽ പറഞ്ഞു. അതിനകത്ത് ഞാൻ എന്താ ചെയ്തേക്കണെന്നുള്ളത്. ഓക്കെ, സോ എന്റെ ഹോം പേജും എന്റെ സ്കിൽസും ഇൻട്രസ്റ്റും ഒക്കെ ഉള്ള ഒരു സൈറ്റ് ആണ്. ഫ്രണ്ട് എൻഡ് ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 3 ടെക്നോളജിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ആൻഡ് ഈ റെസ്യൂമെ ഇതുപോലെ ഒരു HR ഇരുന്ന് നോക്കുന്ന സമയത്ത് they would want to know what it is. So they can click the link. It can directly lead to my personal portfolio website. Okay, so ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണ്, എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആൻഡ് മൈ സർവീസസ് അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ലാംഗ്വേജസും കാര്യങ്ങളും എന്റെ പ്രോജക്ട്സ് ഒക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നേരെ എന്റെ പ്രോജക്റ്റിലേക്ക് പോകും, GitHubലേക്ക് പോകും. പിന്നെ ഒരു ഫോം. ഓക്കെ, ഇതൊരു സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് പേജ് ആണെന്നുള്ളത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ലിങ്ക് തിങ് ദാറ്റ് ഐ വാസ് മെൻഷനിങ്. പിന്നെ കിഡു ആപ്പ് എന്ന് പറയുന്നത് കേൾക്കാൻ കിഡു ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ലൈക്ക് സ്റ്റാൻഡേർഡിലുള്ള സാധനമാണ്. കൊച്ചി മെട്രോന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജ് ചെയ്തൊരു ആപ്ലിക്കേഷൻ ആണിത്. സോ അതിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്, അതെന്താണ് സാധനം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. വാട്ട് ആർ ദ ടെക്നോളജീസ് യൂസ്ഡ്, ജാവ ആൻഡ് കോട്ട്ലിൻ. ടൂൾ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഓക്കെ, ദാറ്റ് ഇസ് വേർ യു കൈൻഡ് ഓഫ് ബിൽഡ് ആപ്ലിക്കേഷൻസ്. പിന്നെ മിനി പ്രോജക്ട് ചാറ്റ് ബോട്ട് ആപ്ലിക്കേഷൻ, അത് ഞാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പ് പ്രോജക്റ്റ് ആണ്. സോ അതിനകത്ത് കൊളാബറേറ്റഡ് വിത്ത് ദ ടീം ബൈ മേക്കിംഗ് കീ കോൺട്രിബ്യൂഷൻസ് ഇൻ ഫോക്കസ് കപ്പാസിറ്റി. കാരണം ഞാൻ സത്യം പറഞ്ഞ മിനി പ്രോജക്റ്റിന്റെ കാര്യം അറിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രോജക്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ IEEE ചെയർ സമന്വയം ഓൾറെഡി സാധനങ്ങൾ മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മിനി പ്രോജക്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ പ്രത്യേകിച്ച് അതിനകത്ത് കാര്യങ്ങളൊന്നും ചെയ്തില്ല, അതുകൊണ്ടാണ് ഫോക്കസ് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്നത്. ബി ഓണസ്റ്റ് ഇൻ വാട്ട് എവർ യു ആർ സെയിങ്. ഓക്കെ, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളിൽ. പിന്നെ ഇത് വേറെ 2 ആപ്ലിക്കേഷൻസ് ഞാൻ ഉണ്ടാക്കിയത്, ഇതിന്റെ ഓരോന്നിന്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദർ ഇസ് ഇനഫ് ആൻഡ് മോർ ക്ലാരിറ്റി അബൌട്ട് ദ തിങ്സ് ദാറ്റ് ഐ എം സെയിങ്. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് മാൻഡേറ്ററി.
പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ഇപ്പോൾ എനിക്ക് ഫ്രണ്ട് എൻഡ് അറിയാം, പക്ഷെ എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫുൾ സ്റ്റാക്ക് ആണ്. സോ ഐ എം ഓൾസോ കീൻ ഓൺ ലേണിംഗ് ദ ബാക്ക് എൻഡ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഡിപ്പാർട്ട്മെന്റുകാർക്ക് ബോറടിക്കും. ഓക്കെ, ഇന്റേൺഷിപ്പ് ആൻഡ് കോഴ്സസ് ഈ പറഞ്ഞ പോലെ ഞാൻ എക്സ്പീരിയൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര റിനോൺഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഹവ് ലേൺഡ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൾഡ് ആസ് ഗോലാങ് ഫ്രം ദർ. സപ്പോസ് ടു ഹവ് ലേൺ, പക്ഷെ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. പിന്നെ യൂഡെമി കോഴ്സ് ചെയ്തിട്ടുണ്ട്, ജാവ ആൻഡ് കോട്ട്ലിന്റെ. NPTEL കോഴ്സും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. Okay, and achievements, best student volunteering award, 𝐃𝐞𝐜𝐨𝐝 2023, certificate of proficiency, ഇതിന്റെ ഹൈ CGPAക്ക് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് തന്നതാണ്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ വർക്ക്ഷോപ്പ്, ഇതും നേരത്തെ പറഞ്ഞ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്. പിന്നെ NPTEL കോഴ്സസിൽ എനിക്ക് ഒരു സിൽവർ സർട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നു. പിന്നെ 𝗕𝗂𝐿 FISAT നടത്തിയൊരു പൈത്തൺ കോഡിംഗ് ചലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ കമ്പ്യൂട്ടർ സൊസൈറ്റി നടത്തിയൊരു മൈൻഡ് മെൽറ്റ്. ഓക്കെ, ദിസ് ഇസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് എവറി മന്ത് ഇൻ ദ കമ്പ്യൂട്ടർ സൊസൈറ്റി. സോ ലൈക് സെവറൽ ഇതിന്റെ ടെക്നിക്കൽ ക്വിസസിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, വോളണ്ടിയറിംഗ് എക്സ്പീരിയൻസസ്. സി ദിസ് എൻറ്റയർ സെക്ഷൻ കംസ് അണ്ടർ 𝗕𝗂𝐿. ഓക്കെ, ഇതാണ് നിങ്ങൾ ഇതുപോലത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബോഡീസിന്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ഗുണം. You can make a lot of use out of all this, and ഇതൊക്കെയാണ് like reflects how capable you are when you're sitting for a placement. ഓക്കെ, സോ വോളണ്ടിയർ എക്സ്പീരിയൻസ് ഐട്രിപ്പിളിയുടെ അണ്ടറിൽ ഈ പറയുന്ന കുറെ ഇവന്റ്സ്, ഇതല്ലാത്ത ഇവന്റ്സും ഉണ്ട്. ഞാൻ മെയിൻ ആയിട്ടുള്ള മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. കമ്പ്യൂട്ടർ സൊസൈറ്റിയുടെ അണ്ടറിൽ മൈൻഡ് മെൽറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൈറ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്റ്റ് ചെയ്യുന്ന ഇവന്റ് ആണിത്. ഹോബീസ്, ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ അത്ര നിർബന്ധമുള്ള കാര്യമല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ചുമ്മാ ലൈക്ക് പണ്ട് സോപാന സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് റാൻഡം വർക്ക്ഔട്ട്സ്. റെഫറൻസസ്, ഓക്കെ, ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. റെഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് കംസ് അറ്റ് ദ ലാസ്റ്റ് ഓഫ് യുവർ റെസ്യൂമെ. അതുകൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സെഷൻ തീരാണ്. സോ റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് കമ്പനിക്ക് നമ്മൾ ഷോക്കേസ് ചെയ്തു, നമ്മൾ ഹൈലൈറ്റ് ചെയ്തു, നമ്മളെ സെല്ല് ചെയ്തു. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇഫ് ദേ വോണ്ട് മോർ ക്ലാരിറ്റി ഓർ ഇഫ് ദേ വോണ്ട് എ സെക്കൻഡ് ഒപ്പീനിയൻ ഓർ ദേ വോണ്ട് ടു നോ അബൌട്ട് അവർ ബാക്ക്ഗ്രൗണ്ട് ഫ്രം എ തേർഡ് പേഴ്സൺ, ഓക്കെ, ഹൂ ഇസ് ഇറ്റ് ദാറ്റ് ദ കമ്പനി ക്യാൻ റെഫർ ടു. ഓക്കെ, ആൻഡ് ദേ ഷുഡ് ബി നോട്ട് എ ഫാമിലി മെമ്പർ ഓഫ് യോഴ്സ്. അതായത് നിങ്ങളുടെ അച്ഛൻ്റെ ഇമെയിൽ ID എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ലെറ്റ്സ് സേ എന്താ പറയാ, ഇപ്പോ നിങ്ങളുടെ ഗ്രൂപ്പ് അഡ്വൈസറിന്റെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, HODയുടെ പേരൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ബി എ ഫാമിലി മെമ്പർ. ഓക്കെ, ആൻഡ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോ ഫ്രഷർ ആയതുകൊണ്ട് ഈ ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ. വർക്കിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി യുവർ മാനേജർ ഓർ ഇറ്റ് ക്യാൻ ബി ദ CEO ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ റെഫറൻസ് ആയിട്ട് കൊടുത്തത് ആശിഷ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിട്ട് വരും. He's working in the company Experion where I have done my internship. So ആളുടെ അടുത്ത് ഞാൻ നല്ല ടേംസിലാണ്. സോ ആൾ എന്നെ കുറിച്ച് കുറെ പൊക്കി പറയും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റെഫറൻസ് എന്തായാലും കൊടുക്കുക. അതുപോലെ തന്നെ ആർദ്ര സജി എന്ന് പറയുന്നത് നമ്മുടെ ഫോമർ ചെയർപേഴ്സൺ ആണ് 𝗃𝐿 2 കൊല്ലം മുമ്പത്തെ. ഓക്കെ, സോ ആളുടെ ഫോൺ നമ്പറും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞ പോലെ ഷീ ഈസ് ഓൾസോ എ പേഴ്സൺ ഹു നോസ് മീ വെരി മച്ച്. ഈ പറയുന്ന എല്ലാ വോളണ്ടിയറിംഗിനും സാക്ഷി അയക്കുന്ന ആളാണ് ആർദ്ര ചേച്ചി. അതുപോലെ തന്നെ എൻ്റെ റെസ്യൂമെ ഉണ്ടാക്കാൻ കുറെ സഹായിച്ചിട്ടുണ്ട്, കുറെ ഇന്റർവ്യൂസിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഷീ നോസ് ഓൾമോസ്റ്റ് എവറിത്തിങ് അബൌട്ട് മീ. സോ അതുപോലത്തെ ആൾക്കാരാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് വെക്കുക. ദോസ് ഹു റിയലി നോ യു ഫോർ വാട്ട് യു ആർ ആൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഓണസ്റ്റ് ആയിട്ട് പൊക്കി പറയാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ റെഫറൻസിനകത്ത് കൊടുക്കുക. ഐ വുഡ് ഓൾവേസ് സജസ്റ്റ്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ മിക്കവരും HOD അല്ലെങ്കിൽ ഗ്രൂപ്പ് അഡ്വൈസേഴ്സിനെ ആയിരിക്കും വെക്കുക. അത് വെച്ചാലും മതി, അല്ലെങ്കിൽ ഇതുപോലത്തെ കണക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഇസ് എ ഡിക്ലറേഷൻ സെഷൻ വെർ യു ജസ്റ്റ് hereby declare that all the information given is true to the best knowledge of myself. Okay, and ഇത് ലൈക്ക് എന്ത് സെന്റൻസ് ആണ് ഈ ChatGPT എടുത്ത് ഇടാം. ഓക്കെ, ആൻഡ് ഐ വുഡ് ഓൾവേസ് സേ, ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കണ്ടന്റ്സിന് ഒന്നിനും വേണ്ടിയിട്ട് ChatGPTയിൽ റിലൈ ചെയ്യാതിരിക്കുക. ബിക്കോസ് ദീസ് ആർ തിങ്സ് ദാറ്റ് യു ആർ ടോക്കിംഗ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യു ആർ ദ best person who knows you the best. So എല്ലാം ഫ്രം സ്ക്രാച്ച്, ഫ്രം സീറോ നിങ്ങളായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കയറ്റേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ തുടങ്ങണം, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പയ്യെ സമയം പോലെ ചെയ്താൽ മതി. പക്ഷെ അധികം സമയമില്ല, എസ്പെഷ്യലി ഫോർ ദ തേർഡ് ഇയേഴ്സ്. ഓക്കെ, ഇത് എത്രയും നേരത്തെ ചെയ്തു തുടങ്ങുന്നു അത്രയും നേരത്തെ നിങ്ങൾക്ക് ഇതിൽ ഇംപ്രൂവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. Okay, so this is the insight that I wanted to give you regarding what a professional resume actually is. What is the anatomy of it? അതായത് ഡിഫറെന്റ് കമ്പോണൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്, അതിൻ്റെ അകത്ത് ഓരോന്നിൽ എന്താണ് വരിക, എന്താണ് ഓരോന്നും ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്, എന്തൊക്കെയാണ് നമ്മൾ ഇപ്പൊ തന്നെ മനസ്സിൽ വെക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ സ്വയം വർക്ക് ഓൺ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ സ്കിൽസിൽ ഇംപ്രൂവ് ചെയ്യേണ്ടത്. Okay, the importance of doing the different projects. അതുപോലെ തന്നെ ഇന്റേൺഷിപ്സ് ഒക്കെ നല്ലത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ടു ബി ഡെസ്പറേറ്റ് ടു ഗെറ്റ് an internship. ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല സ്ഥലത്ത് നിന്ന് ഇന്റേൺഷിപ്പ് ചെയ്യാം, റാദർ ദാൻ അങ്ങോട്ടേക്ക് പൈസ കൊടുത്ത് ചെയ്യുന്നത്.
and the പറഞ്ഞ achievements monitoring, all these things are, up to you to decide whether you want to, ഇതുപോലത്തെ ഒരു resume, if you can visualize 1 year, 2 years from now, you should already be, thinking about working on each and every heading under this. Okay, so എനിക്ക് resume എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഫൈനൽ ഇയർ, ഐ മീൻ തേർഡ് ഇയറിന്റെ അവസാനമായപ്പോഴാണ് റെസ്യൂമെ എന്താന്നൊക്കെ മനസ്സിലാക്കി വന്നത്. സോ അതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഇങ്ങനത്തെ ഒരു സെഷൻ അറേഞ്ച് ചെയ്തത്. ആൻഡ് മേ ബി വി ക്യാൻ ഓൾസോ ഹാവ് എ സെഷൻ വേർ വി ക്യാൻ സിറ്റ് വിത്ത് യു ആൻഡ് ലൈക്ക് നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇന്റർവ്യൂ എടുക്കാനായിട്ട് വേണമെങ്കിൽ സഹായിക്കാൻ നോക്കാം. അത് ഈ പറഞ്ഞ പോലെ സമയമൊക്കെ അനുസരിച്ചിരിക്കും. കാരണം ഞങ്ങൾക്ക് ഇനിയിപ്പോൾ മെയിൻ പ്രോജക്റ്റും ഫൈനൽ ഇയറും 2-3 മാസം കൂടി ഉള്ളൂ. സോ ദാറ്റ് ഈസ് അബൌട്ട് ടുഡേ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലായി, എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് ഇതിനകത്ത് നിന്ന് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് അബൌട്ട് ഹൗ ഇമ്പോർട്ടന്റ് എ റെസ്യൂമെ ഇസ് ആൻഡ് വാട്ട് യു ഷുഡ് ബി വർക്കിംഗ് ഓൺ. ആൻഡ് ഇനി ആര് ചോദിച്ചാലും റെസ്യൂമെ എന്താ എന്ന് അറിയില്ല എന്ന് പറയരുത്. ഓക്കെ, യു ഹാവ് ടു ഹാവ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഉണ്ടാക്കൽ നിങ്ങൾ പിന്നെ ഉണ്ടാക്കിയാലും മതി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഓരോ കണ്ടന്റും ഓരോ ഹെഡിങ്ങിന്റെ അടുത്തുള്ള ഓരോ സെന്റൻസും അല്ലെങ്കിൽ ഓരോ വേർഡും അവിടെ വരണമെന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തന്നെ വരണം. അത് നിങ്ങളായിട്ട് തന്നെ വരുത്തണം. സോ അതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യാൻ അധികം വൈകി പോകരുത്. അവസാനം ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്ത അവസ്ഥയായി പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പ്രയർ ആയിട്ട് ഈ ഒരു സെക്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്തത്. സോ ദാറ്റ് വുഡ് ബി ഫ്രം മൈ സൈഡ്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ജനറൽ ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കയ്യടി റെസ്പോണ്ട് ചെയ്യാം. കേട്ടാ, ചേർത്ത് വേണ്ട, അതാണ്. ഓക്കെ, സമയം എന്തെങ്കിലും പറയാനുണ്ടോടാ? പറയായിരുന്നു ഫുഡ് കഴിച്ചോണ്ടിരിക്കാൻ. ആണല്ലേ, നല്ലതാ. ഓക്കെ ബാബു, ബാബു തേർഡ് ഇയർ ആയി, പ്ലേസ്മെന്റ് ഒക്കെ വരാറായി, പഠിച്ചു തുടങ്ങി. എനിക്കൊരു കാര്യം അറിയണം, പറയോ? പറ. ഈ 7 LPG കമ്പനി ഏതാ? ഏതാണ് 10 LPO? 10 അല്ല 7 അല്ലേ പറഞ്ഞത്? 10 LPO വന്നത് നലാശ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ആലുവ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ ലൈക്ക് ദർ ഇസ് നോ സെക്യൂരിറ്റി ഇൻ ദോസ് കമ്പനി. നീ ഇന്ന് ജോയിൻ ചെയ്ത നാളെ അവർ ഗെറ്റ് ഔട്ട് അടിച്ചാൽ ഇറങ്ങി പോവാ. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ MNC ആൻഡ് സ്റ്റാർട്ടപ്പ്. സോ പാക്കേജ് മാത്രം നോക്കിയിട്ട് അതിൽ പോയിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിലൊന്നും ഇരിക്കാതിരുന്നത്. പക്ഷെ അവിടെ വിമൻ കേട്ടില്ലല്ലോ, അങ്ങനത്തെ ഇഷ്ടമില്ലേ? ലൈക്ക് അവിടെ ഗേൾസിന് കിട്ടില്ലല്ലോ. ഗേൾസിന് ഉണ്ടായിരുന്നില്ല. അത് ഓരോ കമ്പനിക്ക് ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ റിക്വയർമെന്റിനനുസരിച്ചല്ലേ അവരെടുക്കുള്ളൂ. ഓക്കെ, സോ വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാവർക്കും അവരുടെ ഫീഡ്ബാക്ക് ഫോം കൊടുക്കുന്നുണ്ടോ ജോസഫീൻ? ഓക്കെ, സോ ഫീഡ്ബാക്ക് ഫോം ചാറ്റ് ബോട്ട്, ഐ മീൻ ചാറ്റ് ബോട്ട് അതെന്റെ മിനി പ്രൊജക്റ്റ് ആണ്. ചാറ്റ് ബോട്ട് അല്ല, ചാറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഫോം ഇട്ടിട്ടുണ്ട്. സോ അത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ you will be getting certificates for attending this section. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് ആക്ടിവിറ്റി പോയിന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഒരുപാട് സെഷൻസ് ഇനിയും വരും. ഐ മീൻ ഞാൻ എടുക്കണമെന്നില്ല, നിങ്ങളുടെ സീനിയേഴ്സ്, ഐ മീൻ തേർഡ് ഇയേഴ്സ് ഒക്കെ ഇനി ഒരുപാട് എടുക്കും. So you can be part of all these kind of events that is happening. Any events that is happening in the college for that matter, offline ആണെങ്കിലും ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും ഇതിൽ ഓരോന്നിൽ കിട്ടുന്ന ഇതുപോലത്തെ സർട്ടിഫിക്കറ്റ്സും ആർ തിങ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസ് ഓഫ് ടു കൺവേർട്ട് ഇൻ ടു ആക്ടിവിറ്റി പോയിന്റ്സ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈക്ക് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാത്തവർക്ക് പറഞ്ഞ പോലെ there will be a lot of people who absolutely have no idea what a resume is. അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു ധാരണയും ഉണ്ടാവാത്തവരുണ്ടാവും. അവർ ഇതും വെച്ചുകൊണ്ടിരിക്കും. 1 കൊല്ലം കഴിയും, 2 കൊല്ലം കഴിയും, പ്ലേസ്മെന്റിന്റെ സമയമാകുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കേൾക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ടു ലേറ്റ്. This is something that we see amongst our friends itself. എന്റെ ക്ലാസ്സിൽ തന്നെ പിള്ളേരാണ് ബുദ്ധിമുട്ടുന്നത് എനിക്കറിയാം. അപ്പൊ അതുപോലത്തെ ഒരു ബുദ്ധിമുട്ട് കറന്റ് തേർഡ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും ഒന്നും വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് വോളണ്ടിയർലി ഇങ്ങനെ ഒരു ഇവന്റ് നടത്തിയത്. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു ഫിൽ ദ ഫീഡ്ബാക്ക് ഫോം. ഓക്കെ, സർട്ടിഫിക്കറ്റ്സ് നമുക്ക് കിട്ടും. ആൻഡ് യാ, ദാറ്റ് വിൽ ബി ഫ്രം മൈ സൈഡ്. താങ്ക് യു പറയാൻ മറന്നു എല്ലാവർക്കും. So on behalf of 𝙂𝙧 Fisat SB, I would like to take this opportunity to thank our speaker, Mr. 𝗜𝗏𝗏, for sharing his valuable insights on building a professional resume. Your guidance will undoubtedly help our participants in forming one of their own. Thank you.
And I would also like to extend a heartfelt thanks to all the participants who made this event a success. With that, we officially conclude our session. Have a great day and remember to stay connected, stay curious, and keep trying for excellence. Goodbye.